നമ്മുടെ സെഷൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് കൂടി ഇവിടെ നടക്കുന്നുണ്ട്. സമയമാപിനി എന്ന് പറഞ്ഞ കഥാസമാഹാരം. ഈ പുസ്തകം സ്വീകരിക്കുന്നത് ഡോക്ടർ നാഗേഷ്, പുസ്തകം സമ്മാനിക്കുന്നത് ശ്രീ ഇ സന്തോഷ് കുമാർ. പുസ്തകം സ്വീകരിക്കുന്നതിനായി ഡോക്ടർ നാഗേഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ പ്രവീൺ ചന്ദ്രൻ്റെ കഥാസമാഹാരമായ സമയമാപിനിയാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ജ്ഞാനഭാരമില്ലാതെ എന്ന ഒരു വിഷയത്തിലാണ് നമ്മൾ ചർച്ച നടക്കുന്നത്. ഗാലപ്പഗോസ് എന്ന കഥാസമാഹാരത്തിലൂടെയാണ് സന്തോഷ് കുമാർ മലയാള സാഹിത്യത്തിലേക്ക് വരുന്നത്. അതിനുശേഷം കഥാസമാഹാരങ്ങൾ നിരന്തരം കഥകൾ 1990കളുടെ അവസാനം മുതൽക്ക് നിരന്തരം കഥകൾ എഴുതുകയും പ്രധാനപ്പെട്ട നോവലുകളായ വാക്കുകൾ, അന്ധകാരനഴി, ജ്ഞാനഭാരം തുടങ്ങി മലയാള സാഹിത്യത്തിൽ സജീവ സാന്നിധ്യമായിട്ടുള്ള എഴുത്തുകാരനാണ് സന്തോഷ് കുമാർ. സന്തോഷിൻ്റെ ഏറ്റവും പുതിയ നോവൽ ഇപ്പോൾ പരസ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. തപോമയിയുടെ അച്ഛൻ എന്നാണ്. തീർത്തും വ്യത്യസ്തമായ ഭൂമികകളിൽ നിന്ന് കഥകൾ തിരഞ്ഞെടുക്കുകയും അതിൻ്റെ സങ്കീർണതകളെ വളരെ വ്യത്യാസത്തോടു കൂടി മനുഷ്യരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നൊരു എഴുത്തുകാരനാണ് സന്തോഷ് കുമാർ. ഞാൻ ആദ്യമായി തപോമയിയുടെ അച്ഛനെ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലവും എന്താണ് ആ പുസ്തകം എന്നൊന്ന് പറയാമോ? പുതിയ നോവലാണ്. പുതിയ നോവല് ജ്ഞാനഭാരം എന്ന നോവലിൻ്റെ ഒരു വേറെ രീതിയിലുള്ളൊരു തുടർച്ച എന്ന് പറയാം. അപ്പോൾ ജ്ഞാനഭാരം ഞാൻ എഴുതുന്നത് 2020 ആ സമയത്ത് തന്നെ ആലോചിച്ചിരുന്നൊരു പുസ്തകമാണ് ഈ തപോമയുടെ അച്ഛൻ. ഈ ശീർഷകടക്കം എൻ്റെ കയ്യിൽ എപ്പോഴും കഥയടക്കം ഉണ്ടായിരുന്നു, പക്ഷെ എഴുതിയില്ല. എഴുതാൻ സ്വാഭാവികമായിട്ട് നമ്മൾ എഴുതുമ്പോൾ ചിലക്ക് വിട്ടുപോകും, പല കൃതികളും ഇങ്ങനെ ഇടയിലിടയിൽ നിന്ന് പോവുമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഒരു നിർബന്ധത്തിൻ്റെ പുറത്ത് എന്നാൽ എഴുതണം, പല സമയത്ത് ഒഴിവാക്കിയൊരു സാധനം പെട്ടെന്ന് എടുത്ത് എഴുതാൻ തുടങ്ങുകയാണ്. അപ്പോൾ എനിക്ക് പഴയ ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന കഥകളോട്. അതിന് ശേഷം ഉള്ള ചില ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ 2020 വരെ കൽക്കത്തയിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ കൽക്കത്ത ഒരു പശ്ചാത്തലമാണ് ഈ കഥ. ഈ തപോമയി ബറുവ എന്ന് പറയുന്ന ആൾ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. ബുദ്ധിസ്റ്റ് പശ്ചാത്തലമുള്ള ആളാണ്. ബറുവകൾ എന്ന് പറഞ്ഞാൽ ബംഗാളി ബുദ്ധിസ്റ്റുകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്നുള്ള പേരിൽ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ശീർഷകത്തിനൊരു പ്രാധാന്യമുണ്ട്. കാരണം അത് കുറച്ചൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ എങ്കിൽ ഈ കഥയിൽ ഉള്ള പ്രധാനമായിട്ട് ഈ പരസ്യങ്ങളിലൊക്കെ കാണിച്ചിട്ടുള്ള പോലെ കഥയിലുള്ള ഒരു പ്രശ്നം, നിഗൂഢമായിട്ടുള്ള ഒരു ലിപി വായിക്കാൻ ശ്രമിക്കുന്ന ഒരാളും ആണ്. വായിക്കാൻ ശ്രമിക്കുന്ന ആൾ ഇപ്പോൾ നമ്മൾ ഇൻഡസ് ലിപികളൊക്കെ നോക്കി അത് വായിച്ചിട്ടില്ല. ഇപ്പോൾ ചില സാംസ്കാരിക അല്ലെങ്കിൽ നാഗരികതകളുടെ ലിപികൾ വായിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മറ്റേ മെസോപ്പൊട്ടോമിയ അല്ലെങ്കിൽ മറ്റേ സുമേറിയൻ, ഈ ലിപികളൊക്കെ വായിക്കപ്പെട്ടിട്ടുണ്ട്. അത് വായിക്കപ്പെട്ടതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ ലിപികൾ എഴുതിയിട്ടുള്ള ചില ഫലകങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പ്ലേറ്റുകൾ. ഈ പ്ലേറ്റിൽ വേറെ ഇപ്പോൾ നമുക്ക് അറിയണ ചില ലിപികൾ അറിയാമായിരുന്നു. ഇപ്പോൾ ഗ്രീക്ക് ലിപി, പ്രാചീന ഗ്രീക്ക് അതിൻ്റെ ഒപ്പം എഴുതിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചൊരു വിവർത്തനം ചെയ്തുകൊണ്ടാണ് ലിപികൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരിക്കലും പഴയ ആദിമ നാഗരികതക്കാർ ഏതെങ്കിലും ആളുകളെ കൺഫ്യൂസ് ചെയ്യിക്കാനോ വായിക്കപ്പെടണ്ടെന്ന് വിചാരിക്കാനല്ല ലിപികൾ എഴുതിയിട്ടുള്ളത്. പക്ഷേ അവരെഴുതിയത് നമുക്ക് ഇപ്പോഴത്തെ ഭാഷയിൽ വായിക്കാൻ പറ്റിയില്ല എന്നുള്ളൂ. പക്ഷേ ഈ കഥാപാത്രം ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ജീവിതത്തിൽ ദുരൂഹമായിട്ടുള്ള ലിപി കണ്ടുപിടിക്കുകയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പുറത്താരോടും പറയാൻ പറ്റാത്ത ചില സങ്കടങ്ങൾ മനുഷ്യർക്കുണ്ടാവും. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടോ അല്ലെങ്കിൽ ഏറ്റവും പങ്കാളിയോടോ ഒന്നും പറയാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ദുഃഖമുണ്ടാവും. ആ ദുഃഖം എഴുതി വയ്ക്കാനുള്ള ഒരു മാധ്യമമായിട്ട് ഈ ലിപി സഞ്ചയത്തിനെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ കോഡ് വാക്കുകൾ അല്ലെങ്കിൽ ഗൂഢലിപി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള തപോമയിയുടെ അച്ഛൻ. അദ്ദേഹത്തെ അതിലേക്ക് വരാനുള്ള ഒരു കാരണമുണ്ട്. ആ കാരണം പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അഭയാർത്ഥി പ്രശ്നം അതിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ദരിദ്രരും നിസ്സഹായരുമായിട്ടുള്ള റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കഥ വരുന്നത്. രണ്ട് തരത്തിലുള്ള അഭയാർത്ഥി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കിഴക്കൻ ബംഗാളിലെ അഭയാർത്ഥിയായിരുന്നു ഈ തപോമയുടെ അച്ഛൻ. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ നിഗൂഢമായിട്ടുള്ള ലിപികളെ ആവിഷ്കരിക്കുന്ന അല്ലെങ്കിൽ അതിനെ അനാവരണം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രം, അതിലൂടെയാണ് ഈ കഥ മുന്നോട്ട്
പോകുന്നത്. അതൊരു പശ്ചാത്തലം കേരളത്തിന് വെളിയിലാണെന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഇത് ജ്ഞാനഭാരത്തിൻ്റെ ഒരു തുടർച്ചയാണെന്ന് പറയാം. പറയുന്ന നറേറ്റർ ഒരു ഉത്തമ പുരുഷൻ, ഫസ്റ്റ് പേഴ്സണിൽ കഥ പറയുകയാണ്. അപ്പോൾ അതും ഒരു രീതിയിൽ പറയാം. നോവല് വൈകാതെ 1-2 ആഴ്ചക്കുള്ളിൽ അത് പബ്ലിഷ് ചെയ്ത് തുടങ്ങും. അധികം വൈകാതെ അത് പുസ്തകമാവും എന്നുള്ള ഒരു സെപ്റ്റംബറോടുകൂടി പുസ്തകമാവും എന്നുള്ളതാണ് അതിൻ്റെ. കൂടുതൽ ഇത് പറഞ്ഞാൽ ഈ കഥ പോവും, അതുകൊണ്ട് ഞാനത് കൂടുതൽ പറയുന്നില്ല. അങ്ങനെയാണ്. പറഞ്ഞതിലൊരു കാര്യം പറഞ്ഞു, ഒരുപാട് നോവലുകൾ എഴുതി ഉപേക്ഷിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഈ നോവലുകൾ എഴുത്തുകാർ എഴുതി ഉപേക്ഷിക്കുന്നതും ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്? അതായത് എഴുത്ത് യഥാർത്ഥത്തിൽ വളരെ കഠിനമായിട്ടുള്ളൊരു പണിയാണ്. ആളുകൾ പലരും പറയും ഒരു 1000 വാക്ക് എഴുതുന്നു, അല്ലെങ്കിൽ അതൊക്കെ എഴുതാൻ പറ്റിയിരിക്കും, നിരന്തരം എഴുതാൻ പറ്റിയിരിക്കും. പക്ഷേ ചില രചനകൾ നമ്മുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഉപേക്ഷിച്ചേ മതിയാവും. എല്ലാം നമ്മൾ ഉപയോഗിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ രചനേനെ അത് മോശം ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ എഴുതുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് ഇതൊരു പ്രോസസ്സിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. കുറേ വർക്കുകൾ, ഇപ്പോൾ നോവൽ മാത്രമല്ല, ചെറുകഥകൾ ഇതൊക്കെ നമ്മളിങ്ങനെ, ഇപ്പോൾ ഞാനൊരു 10-20 മാസമായിട്ട് ഒരു കഥയെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, എഴുതാണ്ടല്ല. അപ്പോൾ എൻ്റെ ഒരു ധൈര്യക്കുറവ് കൊണ്ടാണ് ഞാൻ എഴുതാതിരിക്കുന്നത്. എഴുതി കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്യാൻ കൊടുക്കാതിരിക്കുന്നത്. പഴയ പോലെയല്ല, എനിക്കിപ്പോൾ പബ്ലിഷിങ്ങിന് അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരാളല്ല. പക്ഷേ അപ്പോൾ പിന്നെ അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഞാനൊരു കഥ അയച്ചു എൻ്റെ തുടക്കകാലത്ത്, അപ്പോൾ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അത് പറ്റുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും അത് പബ്ലിഷ് ചെയ്യുള്ളൂ. 10-25 വർഷം ഒരു ഫീൽഡിൽ നിന്നിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടല്ലെന്ന്. അപ്പോൾ നമ്മൾ അയക്കുമ്പോൾ അത് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് അയാൾ പത്രാധിപരെ ചെയ്തേക്കും. പക്ഷെ അത് ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ നമ്മളോടുള്ള, അല്ലെങ്കിൽ നമ്മുടെ വായനക്കാരോടുള്ള ഉത്തരവാദിത്തമാണ്. കുറച്ച് വായനക്കാരുണ്ടെങ്കിൽ പോലും അതിനോടൊരു ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നോവലുകൾ ഇപ്പോൾ പലപ്പോഴും നമുക്ക് പല തീമുകൾ കിട്ടും. ചിലപ്പോൾ 1-2 ചാപ്റ്ററുകൾ എഴുതും, പിന്നീട് അത് മുന്നോട്ട് പോവാതെ നമ്മുടെ ആ ടോൺ ശരിയാവുന്നില്ല, വർക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് തന്നെ കൺവിൻസ്ഡ് ആവുന്നില്ല, നമുക്ക് തന്നെ നമ്മളോട് ഇത് സത്യസന്ധമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് ഘട്ടം വരുമ്പോൾ അപ്പോൾ ഉപേക്ഷിക്കുകയാണ് നല്ലത്. പിൽക്കാലത്ത് ഒരു പക്ഷേ ഇപ്പോൾ ഈ നോവലിൽ അങ്ങനെ ചെയ്ത പോലെ 4-5 കൊല്ലത്തിന് ശേഷം വേറെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിനെ മാറ്റി എടുക്കാനായിട്ട് സാധിക്കും. ഇതൊരു എഴുത്തിൻ്റെ ഒരു തൊഴിലിൻ്റെ ഒരു ഭാഗമാണത്. പലപ്പോഴും നമ്മൾ ഉപേക്ഷിച്ച വർക്കുകളിലേക്ക് പോവുക, അല്ലെങ്കിൽ എഴുതി കുറേ എത്തി കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക. ഇതൊക്കെ അതിൻ്റെ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് വിഷമം തോന്നും, നമ്മൾ 100-200 പേജൊക്കെ എഴുതിപ്പോയൊരു ജോലി പിൽക്കാലത്ത് ഇത്രയധികം സമയം എടുത്ത് അതൊക്കെ വേസ്റ്റ് ആയില്ലേ എന്നുള്ളതാണ്. ആ സമയം വേസ്റ്റായി. നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വേസ്റ്റ് ആവില്ല. നമ്മളൊരു ഞാൻ ഫിനാൻഷ്യൽ മേഖലയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 3 മാസം നമ്മൾ ഒരു കുറച്ച് കഠിനമായിട്ട് വർക്ക് ചെയ്താൽ ഒരു ക്വാർട്ടറിലെ അക്കൗണ്ട്സ് വേണമെങ്കിൽ പോവും. എഴുത്തിൽ അങ്ങനെ സംഭവിക്കില്ല. എഴുത്തിൽ ഈ ക്വാർട്ടറിലെ അക്കൗണ്ട്സ് വേസ്റ്റായിട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് പക്ഷെ അത് ഉപേക്ഷിക്കുക എന്നുള്ളത്, ഞാൻ ഇതിനോട് ഒരായിട്ട് രസമുള്ളൊരു കാര്യം പറയാം. നമ്മുടെ പണ്ട് നടൻ ശ്രീനിവാസൻ തൃശ്ശൂർ ഇങ്ങനെ ഒരു പരിപാടിക്ക് വന്നിരുന്നു. പി ഭാസ്കര മാഷിൻ്റെ മറ്റേ ഒരു അനുമോദനം, അങ്ങനെ ഒരു സന്ദർഭത്തിൽ. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾ കേരളത്തിലെ മലയാള സിനിമയ്ക്ക് ചെയ്ത സംഭാവന എന്താണെന്ന്. അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ ഒരുപാട് സംഭാവന ചെയ്തു എന്നൊന്നും ഞാൻ അവകാശപ്പെടില്ല, പക്ഷേ എൻ്റെ അടുത്ത് ദിവസവും 2-3 തിരക്കഥകൾ വരുമായിരുന്നു. അപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട തിരക്കഥകളാണ് എൻ്റെ സംഭാവന എന്ന് പറയുന്നത്. അത് വളരെ തമാശയായിട്ടാണ് ആൾ പറഞ്ഞതെങ്കിലും അതിൽ വലിയൊരു കാര്യമുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചേ മതിയാവും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഈ തീമുകൾ ഉപേക്ഷിച്ച് പോകുന്നത്. അങ്ങനെ സന്തോഷ് കുമാർ കഥയ്ക്ക് മലയാള സാഹിത്യത്തിന് വേണ്ടി കൂട്ടിവെച്ച സംഭാവനകൾ ഇടയ്ക്കൊക്കെ ഓരോന്ന് പുറത്ത് വിടണമെന്നാണ് നമ്മളൊക്കെ പറയാനുള്ളത്. പക്ഷേ ഈ സന്തോഷ് ഇപ്പോൾ പറഞ്ഞു, നേരത്തെ ലിപികളെ പറ്റിയാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ വായിച്ച പുസ്തകം ജ്ഞാനഭാരം എന്ന് പറയുന്നത് എൻസൈക്ലോപീഡിയയുടെ ഒരു 1900 എന്ന് പറഞ്ഞാൽ 2 ലോകയുദ്ധങ്ങളില്ലാത്ത ഒരു എൻസൈക്ലോപീഡിയയാണ് ആ പുസ്തകത്തിലുള്ളത്. ആ ഒരു ഘട്ടത്തിലുള്ള എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞാൽ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ നമ്മൾ ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ അത് ലോകത്തിലെ പ്രധാനപ്പെട്ട എൻസൈക്ലോപീഡിയകളിലൊന്നാണ്. കാര്യം ഒന്ന് ബ്രിട്ടനിൽ അച്ചടിച്ചിട്ടുള്ള അവസാനത്തെ എൻസൈക്ലോപീഡിയയാണത്. പിന്നീടുള്ളത് അമേരിക്കയിലാണ് വരുന്നത്. പിന്നെ അതിൻ്റെ എഡിറ്റിംഗ്, അതിനെപ്പറ്റി തന്നെ ഇപ്പോഴും പുസ്തകങ്ങളൊക്കെ വരുന്നൊരു ഒരു സമാഹാരമാണ്, ഒരു എൻസൈക്ലോപീഡിയാണ്. 29 വോളിയുണ്ട്. പക്ഷേ സന്തോഷിൻ്റെ കഥകളിൽ 12 വോളിയുള്ള ഒരു ഫിക്ഷണൽ എൻസൈക്ലോപീഡിയാണ്. ഇവിടെ വിഷയങ്ങൾ, ഒരു പ്രത്യേക വിഷയത്തിൻ്റെ ഒരു ഫോക്കസ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ലിപികൾ, അല്ലെങ്കിൽ ഇതിൽ വരുമ്പോൾ എൻസൈക്ലോപീഡിയ. ഇങ്ങനെ വിഷയം സ്വീകരിക്കുന്നതിലും അത് കഥയിൽ പ്രയോഗിക്കുന്നതിലും എന്ത് രീതിയാണ് അവലംബിക്കുന്നത്, എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രവീൺ പറഞ്ഞു, ഈ 1900 വരെയുള്ള എൻസൈക്ലോപീഡിയ ഇത്ര വോള്യം ഉണ്ട് എന്നുള്ളത്.
അത് എന്നെ സംബന്ധിച്ച് അത്ര പ്രസക്തമല്ല. അതിൽ പറയാൻ പോകുന്ന സബ്ജക്റ്റിൽ അത് അത്ര പ്രസക്തമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം, ഒരിക്കലും താരതമ്യമായിട്ടൊന്നും എടുക്കരുത് കേട്ടോ. വലിയ വഹാനായിട്ടുള്ള ഒരു എഴുത്തുകാരനെ പറ്റി പറയാൻ പോണത് ഡോസ്റ്റോവ്സ്കി ഒരിക്കൽ ഈ റെയിൽവേയെ പറ്റി അന്ന് തുടങ്ങുന്നുള്ളൂ. റെയിൽവേക്ക് അത്ര ഒരു ഇന്നത്തെ രീതിയിലല്ല. അങ്ങനെ സമയത്ത് ഒരു മീറ്റർ ഗേജോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നാരോ ഗേജിൻ്റെ ഒക്കെ അളവ് അദ്ദേഹത്തിന് അറിയണം ഒരു നോവലിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹം റഷ്യയിലെ റെയിൽവേ മിനിസ്ട്രിക്ക് എഴുതി, മന്ത്രാലയത്തിന് എഴുതി ഇത് എത്രയായിരിക്കും എന്നുള്ളത് ചോദിച്ചു. അവരതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇപ്പോൾ 1.7 മീറ്റർ എന്നാണെങ്കിൽ അങ്ങനെ അയച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കട്ടെ, 1.7 മീറ്റർ എന്ന് പറയുന്നതിന് പകരം 1.5 മീറ്റർ എന്ന് എഴുതിയാലും ആ നോവലിന് വേറെ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ സാങ്കേതികമായിട്ടുള്ള ഈ ഒരു കൂടുതൽ അറിവുകൾ ഉണ്ടാവുക എന്നുള്ളത് അത്ര വലിയ പ്രസക്തമാണെന്ന് തോന്നില്ല എഴുത്തിൽ. ഈ നോവലിൻ്റെ ഒരു കാര്യം പറയും, ജ്ഞാനഭാരം എന്നുള്ള ഒരു എൻസൈക്ലോപീഡിയയിലേക്ക് വന്ന കാര്യം പറയാം. അത് വളരെ ആകസ്മികമായിട്ട് എൻസൈക്ലോപീഡിയയിൽ നിന്ന് നിന്നിട്ടുള്ളതല്ല. നമ്മളെ ഏറ്റവും അധികം വിജ്ഞാനം അല്ലെങ്കിൽ വിവരങ്ങളൊക്കെ ഞെരുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം വിജ്ഞാനങ്ങൾ നമുക്കറിയാം. വിജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ അറിയാം, ഒരുപാട് അറിവുകൾ നമുക്കുണ്ട്. ഈ അറിവുകൾ നമ്മൾ പ്രോസസ് ചെയ്യണ്ടോ എന്നുള്ളൊരു വലിയ വിഷയമുണ്ട്. അമേരിക്കയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള റൈമണ്ട് കാർവർ എന്ന് പറയുന്ന എഴുത്തുകാരൻ, കഥാകൃത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു കഥയിൽ നിന്നാണ് ഈ നോവലിലേക്കുള്ള എനിക്കൊരു പ്രവേശനം ലഭിച്ചത്. ഞാൻ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ പ്രവേശനം ലഭിക്കുന്നതിൻ്റെ കാര്യം പറയാം. ഫെദേഴ്സാണ് ആ കഥയുടെ പേര്, തൂവലുകൾ. അപ്പോൾ ഈ ഫെദേഴ്സിൽ ഈ ഒരു ദമ്പതിമാർ മറ്റൊരു കൂടെ ജോലി ചെയ്യുന്ന ഒരു ദമ്പതിമാർ വീട്ടിലേക്ക് പോകുന്നതും അവരായിട്ടുള്ള ഒരു ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ അവിടെ ചെല്ലുമ്പോൾ എന്തോ സംസാരിച്ചതിൻ്റെ ഇടയിൽ ഒരാൾ പറയും, ഒരു സ്ത്രീ പറയാണ്, എൻ്റെ അച്ഛൻ വലിയ ആളായിരുന്നു, അദ്ദേഹം 16 വയസ്സാകുമ്പോഴേക്കും എൻസൈക്ലോപീഡിയ മുഴുവൻ വായിച്ചു കഴിഞ്ഞു എന്ന് പറയും. 16 വയസ്സാകുമ്പോഴേക്കും എൻസൈക്ലോപീഡിയ. അപ്പോൾ നമ്മൾ വായനക്കാരൻ ഞെട്ടി, എഴുത്തുകാരൻ കഥാപാത്രവും ഞെട്ടി. കഥാപാത്രം പറഞ്ഞു 16 വയസ്സാകുമ്പോഴേക്കും എൻസൈക്ലോപീഡിയ മുഴുവൻ വായിച്ച ഒരു കഥാപാത്രം. അപ്പോൾ അദ്ദേഹം എന്തായി തീർന്നിട്ടുണ്ടാവും? ഇത്രയും മഹാനായി 16 വയസ്സിനുള്ളിൽ തന്നെ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അതിലൊരു കാര്യം പറയുന്നുണ്ട്, അല്ല ഒന്നും ആയില്ല, അദ്ദേഹം മരം മുറിക്കാൻ കാട്ടിലേക്ക് പോയി, ഒരു മരം വീണ് മരിച്ചു. അപ്പോൾ ഇതിനുള്ള ഒരു ആൻറ്റി ക്ലൈമാക്സ് അല്ലെങ്കിൽ ഒരു ഫലിതം, ദുരന്തം ഉണ്ട്. അതായത് ഇത്ര വലിയ വിജ്ഞാനമൊക്കെ അയാളുടെ കയ്യിലുണ്ടായിരുന്നിട്ടും അയാളുടെ ജീവിതത്തിലൊരു ഒന്നും ആയി തീർന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ നോവലിലേക്ക് വരുന്നത്. അപ്പോൾ നോവലിൽ അങ്ങനെ വരുമ്പോൾ ഈ നമ്മൾ ആലോചിക്കുന്ന തരത്തിലുള്ള ജ്ഞാനം, വിജ്ഞാനം, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ജ്ഞാനം എന്നുള്ളത് വിജ്ഞാനമാണ് പ്രധാനം എന്ന് വെച്ചപ്പോൾ ഈ PSCക്ക് 1 റാങ്ക് കിട്ടണമെന്നായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ചിന്തകൻ. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അപ്പോൾ വേറെ എന്തോ ഉണ്ട് ഇതിൽ നിന്നും മാറ്റി നിർത്താനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജ്ഞാനത്തിൻ്റെ ആ ഒരു ജ്ഞാനം എന്ന് പറയുന്നത് വിജ്ഞാന ഭാരത്തിൻ്റെ കാര്യം കൊണ്ടല്ല ചിന്തകൾ ഉണ്ടാവുന്നത്. പലപ്പോഴും ചിന്തകൾ ഒഴിച്ചു കളയുക എന്നുള്ളതാണ്. അതിനൊരു ഒരു ഉദാഹരണം ഞാൻ പറയും. ഇപ്പോൾ നമുക്കത് സാധ്യമല്ല യഥാർത്ഥത്തിൽ. നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരുപാട് വിജ്ഞാനത്തിൻ്റെ ഒരു ഞെരുക്കത്തിൽ പെട്ടുകൊണ്ട്, അപ്പോൾ ഈ യുവൽ നോവ ഹരാരി ഉണ്ടല്ലോ, നമ്മുടെ ചരിത്രകാരൻ, അദ്ദേഹം വർഷങ്ങൾക്ക് 10-20 വർഷം മുമ്പ് ആദ്യമായിട്ട് ഇന്ത്യയിൽ വരികയാണ്. ഇന്ത്യയിൽ വന്നിട്ട് ഈ GN ഗോയങ്കയുടെ വിപാസന യോഗ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അത് പൂനെയിലാണ്. അവിടെ പങ്കെടുക്കുകയാണ് അദ്ദേഹം. വിപാസന യോഗയിൽ അത് ചെറിയൊരു സാധാരണ ഒരു ചരിത്രകാരനാണ്. ഇത് ഇത്ര പോലെ ലോക പ്രശസ്തനൊന്നും ആയിട്ടില്ല. അപ്പോൾ അതിൽ വിപാസന യോഗയിൽ എന്താ വെച്ചാൽ, ഇപ്പം ഈ മൊബൈലിലാണ് നമുക്ക് 5 മിനിറ്റ് ഇരിക്കാൻ പറ്റില്ല. ഈ മൊബൈൽ അന്ന് ഇല്ലായിരിക്കും. മൊബൈൽ, പത്രങ്ങൾ, ഓഡിയോ, വീഡിയോ ഇതൊന്നുമില്ലാതെ, യാതൊന്നുമില്ലാതെ, ഒരു പുസ്തകത്തിൻ്റെ ഒന്നും സഹായം ഇല്ലാണ്ട് ഒരു റൂമിൽ ഇരിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം. മെഡിറ്റേറ്റ് ചെയ്യാൻ ചെയ്തെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള മെഡിറ്റേഷൻ അല്ല, നമ്മുടെ ശ്വാസോച്ഛ്വാസങ്ങളുടെ ഗതി നോക്കിക്കൊണ്ടാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. വിപാസന യോഗ വളരെ പഴയ യോഗമാണ്. പ്രത്യേകിച്ച് അതൊരു ബുദ്ധിസ്റ്റ് സ്വഭാവമുള്ള യോഗ എന്ന് പറയുന്നത് ചിലവർ പറയുന്നത്. അപ്പോൾ ഇത് അദ്ദേഹത്തിന് 10 സെക്കൻഡ് പോലും അങ്ങേർക്ക് ഇത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതിനുശേഷം വളരെ സമയമെടുത്തുകൊണ്ട് ചിലപ്പോൾ 10 സെക്കൻഡ്. എന്നാലും മനുഷ്യൻ്റെ ഒരു മെരുക്കല്ലാത്ത ഒരു ജന്തുവിനെ പോലെയാണ് നമ്മുടെ മനസ്സ്. ഒരിക്കലും നമുക്കൊരു നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയുള്ളൂ, 10 സെക്കൻഡ് നമുക്ക് പറ്റില്ല. നമ്മൾ വേറെ ചിന്തകളിലേക്ക് ഇങ്ങനെ മാറിപ്പോവും. ഇങ്ങനെ മനുഷ്യൻ്റെ എല്ലാ ചിന്തകളെയും ഒക്കെ വളരെ ചിതറിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനം പണ്ടേ ഉണ്ട്, ഇപ്പോൾ കൂടുതലുണ്ട്. ഇപ്പോൾ ഈ പണ്ട് കാലത്ത് ഒരു പുസ്തകം തേടി നമ്മൾ എത്രയോ സ്ഥലങ്ങളിലേക്ക് പോവും. ആ പുസ്തകം കിട്ടി വായിക്കും, സ്നേഹിക്കും പുസ്തകത്തെ. ഇന്ന് പുസ്തകങ്ങൾ നമുക്ക് ഇഷ്ടംപോലെ വന്ന് കിടക്കുകയാണ്. എല്ലാ സ്ഥലത്തും പുസ്തകങ്ങൾ ലഭിക്കും, PDF ആയിട്ട് കിട്ടും, കിൻഡിലിൽ കിട്ടും. ഇത് ആരെ വായിക്കുന്നത് മറച്ചു നോക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പേര് കണ്ടെത്തുകയും അത് യഥാർത്ഥത്തിലുള്ള ഫോക്കസ് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വിഷയം
ഈ ജ്ഞാനഭാരത്തിലുണ്ട്. അപ്പോൾ യഥാർത്ഥ ജ്ഞാനം എന്താണെന്നുള്ളൊരു ചെറിയ തരത്തിലുള്ള ഒരു അന്വേഷണം അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ടാണ് ഈ നോവൽ വന്ന് കുറച്ച് പേര് അത് വായിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ജ്ഞാനഭാരത്തിൽ ഈ ഒരുപാട് ഇപ്പം നേരത്തെ പറഞ്ഞു ഈ എൻസൈക്ലോപീഡിയകളെ പറ്റി പഠിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ലിപികളെ പറ്റി പഠിക്കുന്നു. ഈ രണ്ട് വിധത്തിലുള്ള എഴുത്തുണ്ട്. ഒന്ന് നമ്മൾ വളരെ വിജ്ഞാനവും അറിവും ആശയങ്ങളും നിറച്ചിട്ടുള്ളൊരു എഴുത്ത്. ഉദാഹരണത്തിന് നമ്മൾ ആനന്ദിനെ പോലുള്ള എഴുത്തുകാരുടെ എഴുത്ത്. ആനന്ദ് എൻ്റെ പുസ്തകം വായിക്കുമ്പം വളരെ ഗൗരവത്തിലുള്ള ഒരു സംവാദം കൂടി നമ്മൾ ആ പുസ്തകത്തിനുള്ളിൽ നടക്കുന്നുണ്ട്. അതേ സമയത്ത് മറ്റൊരുപാട് അനുഭവങ്ങളിൽ നിന്ന് കണ്ടുള്ളൊരു എഴുത്തുമുണ്ട്. മനുഷ്യൻ്റെ അനുഭവങ്ങൾ, നേർക്കാഴ്ചകൾ, ചിന്തകളെല്ലാം തുടങ്ങിയ വേറൊരു എഴുത്തുമുണ്ട്. സന്തോഷിൻ്റെ എഴുത്ത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് എവിടെയോ ആണെന്നാണ് ഞാൻ എപ്പോഴും കരുതുന്നത്. ഇതിനെപ്പറ്റി ഇതെങ്ങനെയാണ് ഇങ്ങനൊരു ബാലൻസിലേക്ക്, ഇപ്പം നേരത്തെ പറഞ്ഞ അന്വേഷണത്തിനെ എങ്ങനെ ഉപേക്ഷിച്ചുകൊണ്ട് കഥകൾ അല്ലെങ്കിൽ നോവലുകൾ ഉണ്ടാക്കുന്നു? അങ്ങനെ മുഴുവൻ ഉപേക്ഷിച്ചു എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇപ്പോൾ വലിയ എഴുത്തുകാരാണ് അവരെല്ലാവരും. അവർ ആശയപ്രധാനമായിട്ടുള്ള ഒരു ലോകം സൃഷ്ടിക്കുന്നു. പക്ഷെ നമ്മൾ എപ്പോഴും ആശയങ്ങളുണ്ടെങ്കിലും നമ്മൾ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ, വിഷമങ്ങൾ, ദുഃഖങ്ങളൊക്കെ എഴുതാനാണ് നമ്മൾ വിചാരിക്കുക. അത് പക്ഷേ വളരെ വെറും സാധാരണ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ഒരു വളരെ ഇതായിപ്പോവും, ഒരു പൈങ്കിളി എന്നൊക്കെ ആൾക്ക് പറയുന്ന തരത്തിലായിരിക്കും. അങ്ങനെയല്ല, മനുഷ്യജീവിതത്തെ വേറെ രീതിയിലൊരു ഗൗരവത്തോടെ കാണാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇത് ആശയങ്ങൾ മാത്രമായിട്ട് നിൽക്കുക എന്നുള്ളത് ഒട്ടും ഒരു കാര്യമല്ല. അതിന് കാരണം വെച്ചാൽ നമ്മൾ എത്ര വലിയ മനുഷ്യരായി കഴിഞ്ഞാലും നമ്മുടെ മനുഷ്യജീവിതത്തിലുണ്ടാവുന്ന പ്രതിസന്ധികളുണ്ട്. ഈ പറഞ്ഞ പോലെ പേടി, പോലെ തന്നെ ഉത്കർഷിച്ചു ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ അസൂയ, ഇങ്ങനെയുള്ള മനുഷ്യജീവിതത്തിൽ ഇപ്പോൾ ഇതിൻ്റെ യുവൽ നവാഹരീനെ ഒരിക്കൽ കൂടി കോട്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം പറയാറുണ്ട്, 2 ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ കണ്ടാൽ, അല്ലെങ്കിൽ ഊണ് കഴിക്കാൻ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ ഇരിക്കുമ്പോൾ അവർ ന്യൂക്ലിയർ സയൻസ് അല്ല സംസാരിക്കുന്നത്, അവരുടെ പ്രൊമോഷൻ കൊടുത്ത കാര്യങ്ങളും അങ്ങനെയുള്ള ഗോസിപ്പുകളാണ് അതിലേക്ക് പോകുന്നത്. കാരണം ഈ ഗോസിപ്പ് പറയാനുള്ളൊരു ശേഷിയാണ് മനുഷ്യൻ്റെ നാഗരികതയുടെ പിൻബലം എന്ന് പറയുന്നു. അതുപോലെ മനുഷ്യൻ്റെ മാനുഷികമായിട്ടുള്ള ചില അവസ്ഥകളെ മാറ്റിക്കൊണ്ട് നമുക്ക് ആശയങ്ങളെ കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അതേസമയം ഇത് മാത്രമല്ല മനുഷ്യൻ, ഇത് മാത്രം പറയുന്ന ഒരാളാണെങ്കിൽ ആ മനുഷ്യൻ മുന്നോട്ട് പോകുന്നില്ല. മനുഷ്യൻ വേറെ എന്തോ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും സമന്വയിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തെ എഴുതുക എന്നുള്ളത് തന്നെയുള്ളൂ. അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഇത് 2 തരത്തിലുള്ള പലതരത്തിലുള്ള എഴുത്തുകൾ ലോകത്തുണ്ട്. അപ്പോൾ അവരെയൊന്നും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ എഴുത്തുകാരാണ്. പക്ഷേ നമ്മളിതിൽ ശ്രമിക്കുന്നത് ജീവിതത്തെ വേറെ രീതിയിൽ അതിൻ്റെ വേദനയും അതിൻ്റെ ദുഃഖങ്ങളും ആദിമധ്യാന്തമുള്ള കഥകൾ പറയാനും, അത് പലരും ആദിമധ്യാന്തമുള്ള കഥ പറയരുത് എന്നൊക്കെ ശഠിക്കുന്നതാണ്. അത് ശരിയല്ല എന്ന് എൻ്റെ അഭിപ്രായം. ജീവിതത്തിൻ്റെ കഥ പറയുക എന്നുള്ളത് വേറെ രീതിയിൽ മനുഷ്യ ജീവിതത്തിലൊരു വേറെ ഇതൊന്നും ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വളരെ കൃത്യമായിട്ടുള്ള ഒരു സയൻറ്റിഫിക് ഫോർമുലയൊന്നും അതിനില്ല. അപ്പോൾ അതുകൊണ്ട് ജീവിതം പറയുന്നു, പലതരത്തിലുള്ള സാഹചര്യങ്ങളെ എടുക്കുന്നു, പലതരത്തിലുള്ള ബിംബങ്ങളെ, ഇപ്പോൾ എൻസൈക്ലോപീഡിയയിലുള്ള ബിംബങ്ങളെ എടുക്കുന്നു. അവിടേക്കും മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും എഴുതാനാണ് ശ്രമം. അത് എത്രമാത്രം വിജയിക്കുന്നുള്ളത് വേറെ വിഷയം. ഇതിൽ സന്തോഷിൻ്റെ ആദ്യകാല കഥകൾ, ഉദാഹരണത്തിന് ഗാലപ്പഗോസ് എഴുതിയെടുക്കുകയാണെങ്കിൽ ഗാലപ്പഗോസിലെ കഥകളിൽ മിക്ക കഥകളിലും സിനിമ ഒരു പ്രമേയമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഗാലപ്പഗോസിലെ സിനിമ കാണാൻ പോകുന്ന ആളുടെ കഥ, ബാഗ് ബഹദൂർ പോലുള്ള കഥകളിൽ ആ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ സിനിമയുടെ കഥ, സിനിമയിലെ ഭാഗങ്ങൾ വരുന്നു, സ്വപ്നങ്ങളായിട്ട് വരുന്നു. അങ്ങനെ സിനിമ എന്ന് പറയുന്നൊരു സാധനം ആ കഥയിലെ എല്ലാ സമാഹാരത്തിലും ഉണ്ട്. അതേസമയത്ത് ഈ കുന്നുകൾ നക്ഷത്രങ്ങൾ, ഈ അവസാനകാല കഥകളിലേക്ക് വരുമ്പോൾ കുന്നുകൾ നക്ഷത്രങ്ങളിലൊക്കെ കഥ തന്നെ ഒരു സിനിമ ആഖ്യാനം പോലെ വരുന്നു. ഈ ഒരു പരിണാമത്തിന് എങ്ങനെയാണ് ഈ ദൃശ്യഭാഷയെ സാഹിത്യ ഭാഷയിലേക്ക് മാറുമ്പോൾ എന്ത് പരിണാമമാണ്, എന്താണ് സംഭവിക്കുന്നത്? വളരെ സ്വാഭാവികമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നമ്മുടെ ഒരു കാലം ദൃശ്യഭാഷയെ ആവിഷ്കരിച്ചിട്ടുള്ള കാലമാണ്. ഇപ്പോൾ തുടക്കത്തിൽ ഞാനൊരു കാര്യം പറയാം. ഒരു 1900 ആ ഒരു 1902 3 ടോൾസ്റ്റോയ് ഒരു സിനിമ കാണണം ആദ്യമായിട്ട്. ചെറിയൊരു സിനിമ അദ്ദേഹം കണ്ടിട്ടുള്ളൂ, ഡോക്യുമെൻ്ററി പോലത്തെ. അത് കണ്ടതോടുകൂടി ആൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. ആൾ പറഞ്ഞു, ഇനി എഴുത്തിൻ്റെ കാലം അവസാനിച്ചു. ടോൾസ്റ്റോയ് ആണ് പറയുന്നത്, വെറും ചെറിയ ആളല്ല. ലോകത്തിലെ ഏറ്റവും വലിയ നോവലിസ്റ്റ് എന്ന് എപ്പോഴും പറയാവുന്ന ടോൾസ്റ്റോയ് പറയുന്നു, ഇനി നോവലിനൊന്നും നിൽപ്പില്ല, ഈ സിനിമ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് 20ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ 21ാം നൂറ്റാണ്ടിൻ്റെ കാഭാഗം പിന്നിട്ടു. ഇപ്പോഴും നോവലുകൾ നിലനിൽക്കുന്നു, ദൃശ്യം നിലനിൽക്കുന്നു. പക്ഷേ വ്യത്യാസമുണ്ട്. പണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡിക്കൻസിൻ്റെയൊക്കെ നോവലുകൾ 1000-1500 പേജുള്ള വലിയ നോവൽ, ആ നോവലുകളുടെ ഒരു വലിപ്പത്തിൽ ഇന്ന് ആവശ്യമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്.
അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ അവർ വിവരിക്കുന്നതൊക്കെ ഇപ്പോൾ ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ തന്നെ അത് ധ്വനിപ്പിക്കുകയും മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ ദൃശ്യങ്ങളുടെ ഇപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് സിനിമ കാണുന്ന ഒരാളാണ്, ഒരിക്കലും തിരക്കഥ എഴുതാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിത്രങ്ങളായിട്ട് തന്നെ കാണും, വിഷ്വലൈസ് ആയിട്ടാണ്. ഒരു കുന്നുകൾ നക്ഷത്രങ്ങൾ എന്നുള്ള കഥ തുടങ്ങുന്നത് ഒരു വളരെ വയസ്സായിട്ടുള്ള ഒരു മനുഷ്യൻ വളരെ പഴയ ഒരു കാറിൽ നിന്ന് ഇറങ്ങി വരുന്നതിൻ്റെ ചിത്രത്തിൽ നിന്നാണ് ആ സിനിമ തുടങ്ങുന്നത്, അത് കഥ തുടങ്ങുന്നത്. അപ്പോൾ കഥ ഒരു വിഷ്വൽസായിട്ട് ഓരോരോ വിഷ്വൽ പാർട്ടുകളായിട്ട് ഇങ്ങനെ എഴുതി പോവുകയാണ് ചെയ്യുക. അത് എഴുതാനുള്ള ഒരു രീതിയാണ് എനിക്ക് എഴുത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ എന്നെ വളരെയധികം സിനിമ ആകർഷിക്കുന്നില്ല. സിനിമ കാണലല്ല, സിനിമയിലേക്ക് പോകണമെന്നും സിനിമക്കാരനാവണമെന്ന് എന്നെ ആകർഷിക്കുന്നില്ല. എനിക്കിതിങ്ങനെ ഇപ്പോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നേരെ തിരിച്ചിപ്പോൾ സിനിമയ്ക്ക് ചെയ്യാൻ പറ്റാത്തതും അതേസമയം എഴുത്തിലൂടെ ആവിഷ്കരിക്കാൻ പറ്റാവുന്ന ചില സംഘർഷങ്ങളുണ്ട്. ദൃശ്യങ്ങൾ പോലും ഉണ്ട്. ദൃശ്യങ്ങൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ റോബർട്ടോ ബൊലാനോ എന്ന് പറയുന്ന റൈറ്റർ ഉണ്ട്, ചിലിയൻ റൈറ്റർ, അറിയാലോ. അപ്പോൾ അദ്ദേഹം ഒരു കഥ എഴുതിയിരിക്കുകയാണ്, ഗോമസ് പെലാസിയോ എന്ന് മറ്റാണ് എൻ്റെ ഓർമ്മ. ആ കഥയിൽ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ കഥയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കഥാപാത്രങ്ങളും എഴുത്തുകാരായിരിക്കും. കഥ പറയുന്ന മുഴുവൻ എഴുത്തുകാർ, കഥ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ എഴുത്തിനെയും റൈറ്റിങ്ങിനെ പറ്റിയിട്ടും നോവലുകളെ പറ്റിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളാണ്, പ്രസാധനം അങ്ങനെ കാര്യങ്ങളാണ്. അപ്പോൾ ഈ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു ബോസ് എന്ന് പറയാവുന്ന ഒരു സ്ത്രീയുടെ ഒപ്പം കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറിൽ സഞ്ചരിക്കുമ്പോൾ ഓടിക്കുന്നത് ഈ ലേഡിയാണ്. ഇയാൾ ഒരു സൈഡ് സീറ്റിലിരിക്കുന്നു. ഇങ്ങനെ ഏതാണ്ട് ഇങ്ങനെ ഒരു സന്ധ്യാസമയം. അപ്പോൾ പിന്നിലെ കണ്ണാടിയിൽ കൂടെ റയർ വ്യൂ മിററിലൂടെ കാണുകയാണ്. അപ്പോൾ റയർ വ്യൂ ഇയാൾ പറയുന്നു, ഈ കാർ ഒരു നേർരേഖയിലല്ല പോകുന്നത്, പാത നേർരേഖയിലല്ല. പക്ഷെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഈ റയർ വ്യൂ മിററിലൂടെ ഞാൻ നോക്കുമ്പോൾ ഈ നഗരത്തെ എന്തോ ഒരു വലിയ മതിൽ വന്ന് മൂടുന്നതായിട്ട് കാണുന്നു എന്ന് പറയണം. ആ വിവരണം അതാണ്. എന്നിട്ട് ഒരു സെക്കൻഡ് നിർത്തിയിട്ട് പറയും, അല്പസമയം എടുത്ത് എനിക്കത് മനസ്സിലാവാൻ അത് രാത്രിയായിരുന്നു എന്നുള്ളത്. അത് രാത്രിയായിരുന്നു. അപ്പോൾ മതിലിനെ അവതരിപ്പിച്ചു. ഈ സംഭവം രാത്രിയാണ് എന്ന് പറയാം. ഈ ഒരു ബിംബം ഒരിക്കലും നിങ്ങൾക്ക് ദൃശ്യത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല, വിഷ്വൽസിൽ കൊണ്ടുവരാൻ പറ്റില്ല. അത് എഴുത്തിൻ്റെ ഒരു കഴിവാണ്. നമുക്ക് വേണമെങ്കിൽ വലിയൊരു രാത്രിയെ ചിത്രീകരിക്കാൻ നമ്മുടെ മറ്റേ ക്യാമറയുള്ള ആളുകൾക്കൊക്കെ സാധിക്കും, ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ സാധിക്കും. പക്ഷേ ഈ എഴുത്തിലൂടെ ഈ കൊണ്ടുവരുന്നതുണ്ടല്ലോ, ഇതിൻ്റെ വ്യതിരിക്തത വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു ആശയത്തിനെ ഇങ്ങനെ കൊണ്ടുവരിക. അത് അയാളുടെ മനസ്സിലെ സംഘർഷം പോലുമാണ്. നമുക്കൊരു സംഘർഷം വരികയാണെങ്കിൽ സിനിമയിൽ വേണമെങ്കിൽ 4 ബഹളമൊക്കെ വെച്ചിട്ട് നമുക്കൊരു വലിയ മ്യൂസിക്കിൻ്റെ അകമ്പടിയോടെ ചെയ്യാൻ പറ്റും. പക്ഷേ എഴുത്തിലിങ്ങനെ ഒരു വലിയ ഒരു കടഞ്ഞെടുക്കൽ ഇങ്ങനെ പറ്റും. സങ്കടങ്ങളുടെയും ദുരിതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഒക്കെ ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ, ഈ സംശയങ്ങൾ, ഇതൊക്കെ എടുക്കാൻ പറ്റി. ഇപ്പോഴും ആ എഴുത്തിനൊരു സ്പേസ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ദൃശ്യമാധ്യമങ്ങളെ പറ്റി പറയുമ്പോൾ. അത് ഈ ദൃശ്യമാധ്യമങ്ങളുടെ കേസിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ റീലുകളുടെ ഒരു കാലമാണ് എന്ന് പറഞ്ഞാൽ, പണ്ട് 1 മണിക്കൂർ 2 മണിക്കൂർ നീണ്ട സിനിമകൾ കാണുന്നു, ദൃശ്യങ്ങൾ കാണുന്നു മാറിയിട്ട് ഇപ്പം 30 സെക്കൻഡ് നീളമുള്ള. പണ്ട് 1 മണിക്കൂർ കണ്ടിരുന്ന ഒരാൾ 30 സെക്കൻഡ് റീലുകൾ 2.5 മണിക്കൂർ കാണുന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വ്യത്യാസം. കാര്യം അത്രയും ആളുകൾക്ക് സമയം പോകുന്നത് അറിയാതെ എൻഗേജ് ചെയ്ത് നിർത്തുകയാണ്. അപ്പോൾ ആളുകളുടെ ഈ ദൃശ്യത്തിനോടുള്ളൊരു കൂടുതൽ ദൃശ്യത്തിൽ ആളുകൾ വീണു പോകുന്നു, അല്ലെങ്കിൽ വളരെ തന്ത്രപൂർവ്വം അതിൽ ആളുകളെ വീഴ്ത്തുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കാലത്തിൽ ഇനി എന്തായിരിക്കും എഴുത്തിൻ്റെ ഭാവി? എഴുത്ത് നിലനിൽക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എഴുതാതെ ആവിഷ്കരിക്കാവുന്ന കുറേ കാര്യങ്ങൾ ഇല്ലാതാവുകയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ദൃശ്യം കാണിച്ചാൽ അതിന് പിന്നിലൊരു എഴുത്തിൻ്റെ സ്വഭാവമുണ്ട്. എഴുത്ത് ഇപ്പോൾ നമുക്ക് ആലോചിക്കാം, നമ്മുടെ എഴുത്തിൻ്റെ സ്വഭാവം മാറും, തീർച്ചയായിട്ടും മാറും. പക്ഷേ സിനിമ അല്ലെങ്കിൽ മറ്റേ നാടകങ്ങളോ അങ്ങനെയുള്ള ദൃശ്യമാധ്യമങ്ങൾക്കൊന്നും തരാൻ പറ്റാത്ത, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു തരം അനുഭൂതിയുടെ മേഖല ഇപ്പോഴും തുറന്നു കിടക്കുന്നുണ്ട്. എല്ലാ കാലത്തും അത് വരും. നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ അത് മാറില്ല. ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എഴുത്തിൽ കാരണം ഒരു ദൃശ്യം, ഞാനതിനൊരു ഉദാഹരണം പറയാം. നിങ്ങളൊരു കഥ എഴുതിയിട്ട് ഒരു മാസികയിലേക്ക് അയച്ചു കൊടുക്കണമെന്ന് വിചാരിക്കും. ഒരു കഥാപാത്രം, ഈ കഥാപാത്രത്തെ ഒരു ചിത്രകാരൻ ചിത്രീകരിക്കും. ഇപ്പോൾ ഷെരീഫോ ഇപ്പോൾ ഭാഗ്യനാഥനോ അങ്ങനെയുള്ള ചിത്രകാരന്മാർ ഇപ്പോൾ ഉണ്ട്, അല്ലെങ്കിൽ നമ്പൂതിരിയൊക്കെ ഉണ്ടായിരുന്നു. അവർ ചിത്രീകരിക്കുന്നതോടുകൂടി ആ കഥാപാത്രത്തിൻ്റെ രൂപരേഖ അതിലേക്ക് ഒതുങ്ങാണ്. പക്ഷെ സാധാരണ രീതിയിൽ നമ്മൾ ഒരു നോവൽ, ഈ ചിത്രങ്ങളൊന്നും ഇല്ലാത്ത നോവൽ വായിക്കാൻ എങ്ങനെയായിരിക്കും? നമ്മൾ വായിക്കുന്നത് ഒരു കഥാപാത്രം ആയിരക്കണക്കിന് കഥാപാത്രമായിട്ട് അനന്തമായിട്ട് മാറുകയാണ് പല വായനക്കാരുടെ മനസ്സിൽ. മഹാഭാരതത്തെ പറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ ടെലിവിഷനിൽ സീരിയൽ വരുന്നു, അല്ലെങ്കിൽ രാമായണത്തെ പറ്റി സീരിയൽ വരുന്നു. അതോടുകൂടി അത് എന്താ ഉണ്ടാവുക വെച്ചാൽ അത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്.
പക്ഷേ ഈ പറയുന്ന കഥാപാത്രങ്ങൾക്കൊക്കെ ഒരു വലിയ ഒരു താഴ്ച സംഭവിക്കുകയാണ്. ഭീമൻ, ഇയാളാണോ ഭീമൻ? നമ്മുടെ മനസ്സിൽ കണ്ട ഭീമൻ ഇതല്ല. മഹത്തായ വലിയൊരു ആളായിരുന്നു. അയാളുടെ വലിയ ഒരു മറ്റേ പ്രതാപമൊക്കെ ഉള്ള ആ പ്രതാപം ഇങ്ങനെ പതുക്കെ പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുത്തുകാരനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സാധനമല്ല അത്. തീർച്ചയായിട്ടും ഒരു വായനക്കാരനിൽ, ഇപ്പോൾ പ്രവീൺ എഴുതിയ പുസ്തകം വായനക്കാരനിൽ പൂർത്തിയാവുക എന്ന് പറയാം. ഇപ്പോൾ ഞങ്ങൾ തൃശ്ശൂരിലെ ഒരു ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു അമിട്ട് അങ്ങോട്ട് വിട്ടാൽ ആയിരക്കണക്കിന് രീതിയിൽ അതിങ്ങനെ വിരിഞ്ഞിങ്ങനെ വരികയാണ്. അപ്പോൾ ആകാശത്ത് ഇങ്ങനെ വിരിയുന്നതിൻ്റെ ഒരു സമൃദ്ധി ഉണ്ടല്ലോ, അത് ദൃശ്യങ്ങളിൽ ഉണ്ടാവില്ല എന്നാണ്. അത് ചുരുക്കാനുള്ള ശ്രമം ഉണ്ടാവുന്നത്. അതാണ് വ്യത്യാസം എനിക്ക് തോന്നുന്നു. ഞാൻ ഈ സന്തോഷിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പം പഴയ കഥകളൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിയായിരുന്നു. അപ്പോൾ ഈ സങ്കട മോചനത്തിനൊരു കൈപ്പുസ്തകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയിൽ എനിക്ക് ആദ്യം അത് വന്ന കാലത്ത് ഞാൻ വായിച്ചിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു കഥയാണ്. ഇയുണ്ണി എന്ന് പറഞ്ഞ ഒരാളുടെ പേരിലൊരു കഥ വരുന്നു. ഒരു പുസ്തകം ഇവർ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ ഇയുണ്ണിയുടെ ഈ പുസ്തകത്തിലേക്ക് അന്വേഷിച്ച് പോകുമ്പോൾ പഴയ ഒരു പ്രസ്സിൽ അച്ചടിച്ചതാണ്. ആ പ്രസ് ഇല്ല. പിന്നെ ഇവർ മനസ്സിലാക്കുന്നു ഇയുണ്ണി എന്ന് പറഞ്ഞ ഒരാളില്ല. അത് കഴിഞ്ഞ് ഇവർ അന്വേഷിച്ച് പോയിട്ട് അവിടുത്തെ ഒരു പഴയ പ്രൂഫ് റീഡറുടെ അടുത്തേക്കാണ് പോകുന്നത്. ഈ പ്രൂഫ് റീഡർ പറയുന്നത് ഇയുണ്ണി നിരക്ഷരനായിരുന്നു, അയാൾക്ക് എഴുതാനും അറിയില്ലായിരുന്നു. ഈ പുസ്തകം എഴുതിയ ആൾക്ക് സത്യത്തിൽ എഴുത്തും വായനയും അറിയില്ലായിരുന്നു. അങ്ങനെ തുടങ്ങുന്നത്. അപ്പം ഞാൻ ഇപ്പം ആലോചിക്കുകയാണ്, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡിക്റ്റേറ്റീവ് എഴുത്തിൻ്റെ ഒരു സ്വഭാവം അതിൻ്റെ ശരിക്കുണ്ട്. കാരണം നമ്മൾ ആദ്യം ഒരു പ്രശ്നം വരുന്നു. കാരണം ഏതോ ഒരു പ്രസ്സിൽ അച്ചടിച്ച് ഏതോ ഒരു പുസ്തകം വരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ആ പുസ്തകം എഴുതിയ ആൾ പ്രസ്സില്ല, പുസ്തകം എഴുതിയ ആൾക്ക് അക്ഷരാഭ്യാസമില്ല. ഇങ്ങനെ നിരന്തരം സസ്പെൻസ് വരുന്നൊരു ഇതുണ്ട്. അതുമാതിരി തന്നെ മഞ്ഞമുഖം എന്ന് പറഞ്ഞിട്ടൊരു കഥ. മഞ്ഞമുഖം മൊത്തത്തിലൊരു ഡിക്റ്റേറ്റീവ് നോവൽ കഥ എന്ന് തന്നെ പറയാവുന്ന സ്വഭാവമുള്ളൊരു കഥയാണ്. ഈ ദൃശ്യഭാഷേൻ്റെ കാര്യം ഇപ്പം നമ്മൾ പറഞ്ഞു. കാരണം റീലുകൾ ആളുകളെ പിടിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പ്രശ്നം. സന്തോഷിനെ പോലുള്ള എഴുത്തുകാർ ഇങ്ങനെ സസ്പെൻസും കൂടി ഇത്തരം കഥകൾ ഒളിപ്പിച്ച് വെച്ചിട്ട് ആളുകളെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇത് ഒരു എഴുത്തിൻ്റെ ഒരു രഹസ്യമാണ്. അത് പറഞ്ഞവിടെയുള്ള എഴുത്തുകാർ എഴുതാൻ തുടങ്ങി ഞാൻ കഷ്ടപ്പെടും. പക്ഷേ എനിക്ക് തോന്നുന്നത് അതൊരു ടെക്നിക്കാണ്. ഈ കഥ വന്നത് 24 വർഷം മുമ്പാണ്. 24 വർഷമായി. ഇപ്പോൾ 2000-ലാണ് ഇത് വന്ന് മാധ്യമത്തിൽ വന്ന് ആദ്യമായിട്ടൊരു റീഡർ റെസ്പോൺസ് കിട്ടുന്നൊരു കഥയാണ്. ഇത് വലിയ നല്ല കഥയാണെന്നൊക്കെ അന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ആൾക്കാർ എഴുതുമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കഥയാണ്. അപ്പോൾ അതിന് പ്രാധാന്യം ഉണ്ടായിരുന്നു അതിൽ. ഇതൊരു തന്ത്രമാണ്. നമ്മളിപ്പോൾ ഒരു സംഗതി മറച്ചു പിടിക്കുന്നു. ഈ സംഗതി മറച്ചു പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലൊന്നുമില്ലെങ്കിൽ അത് എന്താണെന്ന് അറിയാനുള്ളൊരു കൗതുകം ഉണ്ടാവും. ഈ കൗതുകമാണ് നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്നത്. ഇത് കഥയുടെ ഒരു ടെക്നിക്കാണ്. കഥയിൽ തന്നെയല്ല, ഇപ്പോൾ ഞാനല്ല, വലിയ എഴുത്തുകാർ പോലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ പല കൊലപാതകങ്ങളൊക്കെ ആവിഷ്കരിച്ചതിന് ശേഷം അതിൻ്റെ ചിന്തകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചിലപ്പോൾ അത് തുറന്ന് നമുക്കറിയാം. ഇപ്പോൾ കുറ്റവും ശിക്ഷയിൽ ഈ കൊലപാതകം നടക്കുന്നുണ്ട്. കൊലപാതകം നടന്നിട്ട് പിന്നെ ഇതിങ്ങനെ അതിൻ്റെ ഒരു അന്വേഷണവും തീർച്ചയായിട്ടും ഒരു ആത്മവിചാരണയും ഒക്കെ ചേർന്നിട്ടുള്ള അതിനിങ്ങനെ അന്വേഷിച്ച് പോകുന്നു. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ കരമോത്സവത്തിൽ ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതൊരു വേറെ രീതിയിലൊരു ടെക്നിക്കായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു രചന, അത് ഒരു രചനയല്ല. ഇപ്പോൾ ഈ മഞ്ഞമുഖം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഷെർലക് ഹോംസിൻ്റെ ഒരു കഥയാണ്. യെല്ലോ ഫേസ് എന്ന് പറയുന്ന കഥ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളൊരു കഥയാണ്. ഇപ്പോൾ ജ്ഞാനഭാരത്തിലും ഇങ്ങനെ ഒരു ടെക്നിക്ക് നിൽക്കുന്നുണ്ട്. ഒരു ക്ലൈമാക്സ് അതിനോട് ബന്ധപ്പെട്ട ഒരു സാധനം മറച്ചു പിടിക്കുന്നുണ്ട്. പുതിയ നോവലിലും അതാണ് ഒരു സംഭവം. അതുകൊണ്ടാണ് ഈ ഗൂഢലിപി വരേണ്ടത്. ഗൂഢലിപിയിൽ എഴുതാൻ തീരുമാനിക്കുന്നത് എന്തോ മറച്ചു പിടിക്കാനുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ മറച്ചു പിടിക്കുന്ന ഒരു കാര്യം ആളുകളുടെ ഒരു ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കുക, അതൊരു ഒരു ടെക്നിക്ക്, അതിൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു വഴിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നേരിട്ട് പറയുന്നതിന് പകരം നേരിട്ടും പറയാം. നേരിട്ട് ഇപ്പോൾ ഒരു കൊലപാതകം നടന്നു, ഇന്ന ആളാണ് കൊലപാതകി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ആൾക്കാർക്കും ഉണ്ടാവാം. പക്ഷേ ഇതൊരു കുറ്റാന്വേഷണ നോവലായിട്ട് വ്യത്യാസം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറ്റാന്വേഷണത്തിൽ കുറ്റം മാത്രം അന്വേഷിക്കുന്നത്. ഇതല്ല, കുറ്റത്തിൻ്റെ പിന്നിലുള്ള ചേതവുകാരങ്ങൾ, അന്തസംഘർഷങ്ങൾ, അല്ലെങ്കിൽ തന്നെയുള്ള ചില സംഭവങ്ങൾ അങ്ങനെ അന്വേഷിച്ച് പോവുകയാണ്. ഇപ്പോൾ ഈ ചമരുവിൻ്റെ കാര്യത്തിൽ ചമരു ആരായിരുന്നു എന്നുള്ളത് നമുക്ക് അന്വേഷിച്ച് മനസ്സിലാക്കണം. ചമരു അപ്രത്യക്ഷമായി. അപ്പോൾ ചമരുവിൻ്റെ ചരിത്രമാണ് നമ്മൾ നോക്കുന്നത്. അത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു കാര്യമുണ്ടെന്ന്. അന്നത്തെ പ്രസാധകർ, നിരൂപകർ, മലയാള ഭാഷയുടെ സ്വഭാവം, ഇതൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് പോകുന്നതിലൂടെ ചെറിയൊരു ഒരു ഗവേഷണം പോലെയാണത്. അപ്പോൾ അതാണ് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. ഈ എഴുത്തിൻ്റെ രഹസ്യം കുറച്ച് പറഞ്ഞു വന്നിപ്പോൾ പറഞ്ഞല്ലോ, എന്നാൽ കുറച്ച് ബാക്കിയും കൂടി ഞാൻ ചോദിക്കുകയാണ്. ഈ സന്തോഷ്, ഇത് പിന്നെ ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആയിരിക്കും ഒരു പക്ഷേ, സന്തോഷ് ഇപ്പോൾ 2 ഘട്ടമുണ്ട്. സന്തോഷ് ഒരു സ്ഥിരം ജോലി ചെയ്തുകൊണ്ടിരുന്ന് കഥ എഴുതിയൊരു ഘട്ടമുണ്ട്. എന്ന് പറഞ്ഞാൽ ഓഫീസിൽ പോകുന്നു, അത് കഴിഞ്ഞ് എപ്പോഴോ നമുക്കറിയില്ല, പക്ഷെ ഓഫീസിൽ അന്ധകാരൻ പോലുള്ള വലിയ നോവലുകൾ എഴുതുന്നു. അതേസമയത്ത് ഇപ്പം
പൂർണ്ണ സമയം എഴുത്തുകാരനായിട്ട് സമയം ചെലവഴിക്കുന്നു. ഈ രണ്ട് കാലത്തും എങ്ങനെയാണ് സമയം ചെലവഴിക്കുന്നത്, എങ്ങനെയാണ് എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ഈ സമയത്തിനെ കൈകാര്യം ചെയ്യുന്നത്? എഴുത്തെനിക്ക് ജോലിക്കൊക്കെ മുമ്പേ ഉണ്ട്, വളരെ മുമ്പ്. ഞാനൊരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എഴുതുന്നുണ്ട്. അപ്പോൾ ജോലി ഞാൻ വളരെ നേരത്തെ ജോലി ചെയ്ത ആളാണ്, വേറെ രീതിയിൽ 20 വയസ്സിൽ ജോലി കയറിയിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു 30 കൊല്ലം 31 കൊല്ലം ആകുമ്പോഴേക്കും ഞാൻ പോന്നു. അപ്പോൾ ഈ ജോലി ഭയങ്കര തിരക്കുള്ള സമയങ്ങൾ വരും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഴുത്ത് എപ്പോഴും നടക്കില്ല. എഴുതുകയും ഇടയിൽ ഉപേക്ഷിക്കുകയും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്ത് വെച്ച് കഴിഞ്ഞാൽ ഇതറിയില്ല, നമ്മൾ എഴുത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയില്ല. കാരണം ജോലിയുടെ തിരക്കുകളിലേക്ക് പോകും. ഇപ്പോൾ പ്രത്യേകിച്ച് അക്കൗണ്ട്സിലൊക്കെ വർക്ക് ചെയ്തിരുന്ന കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് യാതൊരു ഒഴിവുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ അതിലേക്ക് പോകുമ്പോൾ അതറിയില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ എഴുത്ത് അപ്പോഴും ഇടയിൽ നിൽക്കും. അപ്പോൾ ഈ ഒരു വലിയ വിസ്തൃതമായിട്ടുള്ളൊരു ശൂന്യത അങ്ങനെ മുമ്പിൽ കിടക്കുന്നുണ്ടാവും. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരുപാട് സമയം നമുക്കിപ്പോൾ കിട്ടും. ഞാനങ്ങനെ ഒരു ഇതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. ഇപ്പോൾ ജോലി ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്, നല്ല തിരക്കുള്ള ജോലി തന്നെയാണ്. ഇപ്പോൾ എഴുത്ത് ഒരു വലിയ നല്ല തിരക്കുള്ളൊരു ജോലിയല്ലേ. പിന്നെ വെച്ചാൽ ആളുകൾക്കാണ് പ്രശ്നം. ഇപ്പോൾ ഞാൻ എൻ്റെ പഴയ സഹപ്രവർത്തകരെ കണ്ട അവർ ചോദിക്കും, എഴുതുന്നില്ലേ? അത് ജോലി രാജിവെച്ചിട്ട് എഴുതുന്നില്ലേന്ന് ചോദിക്കുന്നത്. സമയം വെറുതെ കളയരുതെന്നുള്ളൊരു രക്ഷകർത്തൃഭാവമുണ്ട്. അത് നല്ല സ്നേഹം കൊണ്ടാണ് ചോദിക്കുന്നത്. പക്ഷെ അതൊരു വിഷയമല്ല സത്യത്തിൽ. എഴുത്ത് എന്നുള്ളത് അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എഴുത്ത് നടക്കുന്നുണ്ടാവും, പക്ഷെ അത് മെറ്റീരിയലൈസ് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ ഇതുണ്ട്. ഞാനിപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ചില വർക്കുകളിലൊക്കെ നല്ലോണം ഗവേഷണം ചെയ്യാനും യാത്ര ചെയ്യാനൊക്കെയുള്ള സാഹചര്യം വന്നിട്ടുണ്ട്. പക്ഷെ അതിനും എനിക്ക് സമയമുണ്ടെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ നിരന്തരം എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം തന്നെ ആൾ കുറവാണ്, ഇനി ആൾ കുറയും ഇവിടെ. അതതിൻ്റെ പ്രശ്നം. ഈ സന്തോഷ് കഴിഞ്ഞ സാർ ഒരു സംസാരത്തിൽ പറയുന്നുണ്ടായിരുന്നു, അക്കാദമിയിലുള്ളൊരു കഥയുടെ വഴിയെ പറ്റി പറയുന്നുണ്ട്. അന്ധകാരനാഴി എന്ന് പറഞ്ഞ നോവൽ വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു നോവലാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമെന്നും കോൺഗ്രസ്സുകാർ കോൺഗ്രസ് വിരുദ്ധമെന്നും നക്സലൈറ്റ് വിരുദ്ധമെന്നും വിചാരിച്ച നോവലാണ്. എന്തുകൊണ്ടത് തിരിച്ച് വിചാരിച്ചില്ല ആളുകൾ? അന്ധകാരനടിയുടെ ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം എടുത്തുകൊണ്ടൊരു നോവൽ എഴുതണം. അപ്പം എൻ്റെ ആവശ്യം അധികാരത്തെ പറ്റി ഒരു നോവൽ എഴുതുക എന്നുള്ളതാണ്. അധികാരം എങ്ങനെ പ്രവർത്തിക്കുന്നത് അത് ഇപ്പോഴും എഴുതാൻ പറ്റും. പക്ഷേ അധികാരം ലോകത്ത് ഇപ്പോൾ ഒരുപാട് നോവലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഏതാ നോവൽ വരുന്നത്? അപ്പോൾ ഈ കേരളത്തിലെ സമീപ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞ അടിയന്തരാവസ്ഥ, അതുപോലെ തന്നെ നക്സൽ മൂവ്മെൻറ്റ്, അതായത് ഈ പോലീസ് സ്റ്റേഷൻ ആക്രമണങ്ങൾ, ജന്മിവധങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സമീപ ഒരുപക്ഷെ ഒരു 10-50 വർഷത്തിന് മുമ്പുണ്ടായ ചില കാര്യങ്ങൾ, അന്നത്തെ ലെവലിൽ ഒരു 10-30 കൊല്ലം മുമ്പുണ്ടായ കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മയിൽ വരുന്നത്. അപ്പോൾ അത് എഴുതാനുള്ള ഒരു കാരണം വെച്ചാൽ ഞാൻ ഈ യോസയുടെ നോവൽ വായിക്കുന്നത്, റിയൽ ലൈഫ് ഓഫ് അയഹാന്തോ മൈത്ത എന്ന് പറഞ്ഞിട്ടൊരു കൊച്ചു പുസ്തകം, ഒരു 200 പേജ് ഉണ്ടാവുള്ളൂ. ഈ പുസ്തകത്തിൽ അതായത് ഈ അയഹാന്തോ മൈത്ത എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഈ ഒരു നമ്മുടെ നാട്ടിലെ ഈ പുൽപ്പള്ളി പോലെയുള്ള പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ പങ്കെടുത്ത ഒരാളാണ്. എന്നിട്ട് അദ്ദേഹം ബോംബെറിയുന്നു, ഇവരെല്ലാവരും ചെതറിപ്പോകുന്നു, പലരെയും ജയിലിലാക്കുന്നു, എല്ലാവരും ജയിലിലാണ് ഒരുവിധമല്ല. അപ്പോൾ ഈ അയഹാന്തോ മൈത്ത എന്ന് പറയുന്ന ആൾ മാത്രം, അയാളെ ആരാണ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇയാളെ എന്താ കാരണം വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർ ഇയാളെ പുറന്തള്ളി. കാരണം ഇയാൾ ട്രോട്സ്കിസ്റ്റ് ആയിരുന്നു. ട്രോട്സ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അന്തിക്രിസ്തു എന്ന് പറയുന്ന പോലെയായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക്. അപ്പോൾ ട്രോട്സ്കിയെ വിശ്വസിക്കുന്ന ആരെയും സ്റ്റാലിൻ്റെ ശത്രു ആയതുകൊണ്ട് ഒക്കെ അദ്ദേഹം അപ്പോൾ ഇയാളെ അന്വേഷിച്ച് പോകുന്ന ഒരു കഥാപാത്രമാണ് യഥാർത്ഥത്തിൽ ഈ നോവലിൻ്റെ പശ്ചാത്തലം. അതിങ്ങനെ പലരെയും പോയി കാണും, 1, 2, 3 അങ്ങനെ പലരും പോയിട്ട് ഈ അന്നത്തെ കാലം വിവരിക്കാൻ പറയും, അന്നത്തെ സംഭവങ്ങൾ. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്ററി പോലെ വിവരിക്കുന്നത് ഇങ്ങനെ കുറേശ്ശെ ഇതിലേക്ക് വെളിച്ചം വീശും ഇയാളുടെ ജീവിതത്തിലേക്ക്. ഇങ്ങനെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുമ്പോഴാണ് മനസ്സിലാവുക ഇയാളൊരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരാളായിരുന്നു, ട്രോട്സ്കിയുടെ ഇതിനോട് ബന്ധമുള്ളവരായിരുന്നു. അങ്ങനെ വന്ന് ഇയാൾ പക്ഷേ ഏറ്റവും നാരകീയമായിട്ടുള്ള പീഡകൾ അനുഭവിച്ച മനുഷ്യൻ ഇയാളാണ്. ഇയാളെ സത്യത്തിൽ ഇവർ പലരും കോംപ്രമൈസ് ചെയ്ത് വലിയ ഉദ്യോഗസ്ഥന്മാരായി, വലിയ NGOയുടെ സന്നദ്ധ സംഘടനകളുടെ മുകളിലെത്തി, അങ്ങനെയൊക്കെ വന്നു. അങ്ങനെ പകരം ഇയാൾ നരക ജീവിതം 10-20 വർഷം ജയിലിൽ തള്ളുകയും അങ്ങനെ ഒരു കഥാപാത്രം. ഈ കഥാപാത്രം വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണല്ലോ ഇപ്പോൾ ഈ കാലം. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് പഴയ ചില നക്സലൈറ്റുകളെ കാണാനും അവരുടെ പുസ്തകങ്ങൾ ഒരുപാട് ഈ മാതൃഭൂമിയിലും മാധ്യമത്തിലും മലയാളത്തിലൊക്കെ ഒരുപാട് വന്നിരുന്നു. ഇതൊക്കെ വായിക്കാനും കുറച്ചെങ്ങനെ റിസർച്ച്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ കഥ എഴുതുന്നത്. അപ്പോൾ ഈ കഥ എഴുതി കഴിയുമ്പോൾ നക്സലൈറ്റുകൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ ആ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഭൂതകാലം ഉണ്ടല്ലോ, വളരെ മഹത്തായിട്ടുള്ള, അതിനെ ഇങ്ങനെ ഉദാത്തമായിട്ട് എഴുതുന്നു വിചാരിക്കും. അത് നമുക്ക് നമ്മുടെ വിഷയമല്ല അത്. അപ്പോൾ അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും അതിനെ എതിർക്കും. അടിയന്തരാവസ്ഥയെ പറ്റി എഴുതുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാരെ എതിർക്കും. CPM ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ വിപ്ലവം അഭിനയിക്കും.
ഈ വിഷയമുണ്ട്. ഈ നക്സലൈറ്റുകളുടെ എതിർപ്പാണെങ്കിൽ അവർ അന്ന് തൃശ്ശൂരിലെ CPM പ്രത്യേകിച്ചും അവരാണ് നക്സലിസം നടത്തിയെന്നുള്ള രീതിയിലാണ് അന്ന് എനിക്കൊരു ചർച്ചയിൽ ഭയങ്കരമായിട്ട് എതിർത്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്ക് 3 പേരെയും സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളതല്ല അവർ നോവലിൽ ചെയ്യാനുള്ളത്. നമ്മുടെ ചില കാര്യങ്ങൾ പറയാനുള്ള ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെല്ലാവരും എതിർക്കും. ഈ CPMLൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി മലയാളത്തിൽ വലിയ ലേഖനം അടക്കം എഴുതി. ഇത് അന്നത്തെ എന്താണ് ജീവിതത്തോട് ഒട്ടും നീതി പുലർത്തിയില്ല എന്ന് പറയും. നീതി പുലർത്തലല്ലോ നമ്മുടെ പണി. അപ്പോൾ അതല്ല, പിന്നെ അവരൊക്കെ എല്ലാവരെയും നീതി പുലർത്തിയ നോവലില്ലാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തില്ല. അപ്പോൾ അതിലൊന്നും എനിക്കൊരു കുറ്റബോധം തോന്നുന്നില്ല. അതങ്ങനെ ഒരു നോവൽ അപ്പോൾ അങ്ങനെ വരുന്നു. അപ്പോൾ നമ്മുടെ പണി അത് എന്നുള്ള രീതിയിലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ എഴുത്തുകാരൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ നിലപാടെന്ന് പറയുന്നത് എവിടെയാണ്? അത് ശരിയാണ്. പ്രത്യേകിച്ച് ഈ വാട്സപ്പ് സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം 2 ദിവസമാണ് ഒരു പ്രശ്നത്തിൻ്റെ ആയസ്. വാട്സപ്പിൽ ഒരു പ്രശ്നം വരികയാണ്. ഇപ്പോൾ നിങ്ങൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എൻ്റെ സാഹിത്യ അക്കാദമിയിലെ പ്രസ്താവന 2 ദിവസം നമ്മൾ കഠിനമായി ചർച്ച ചെയ്യും. അതിന് ശ്രീകുമാരൻ തമ്പിയുടെ ഒരു കാര്യം ചർച്ച ചെയ്യും. ഇത് ഓരോ വിഷയത്തിനും എഴുത്തുകാരൻ, അപ്പോൾ ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഓരോ വിഷയങ്ങളും 2-3 ദിവസത്തെ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നില്ല. ഇതിൽ വിപ്ലവകരമായിട്ട് ഇടപെടുകയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. ഒരു ലാപ്ടോപ്പോ ഒരു മൊബൈലോ മതി വിപ്ലവകരമായിട്ട് ഇടപെടാനായിട്ട്. ഇത് ഇടപെടുക, ഒരു പോസ്റ്റ് ഇടുക. ഇതാണോ എഴുത്തുകാരൻ ചെയ്യേണ്ടതെന്നുള്ള വളരെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നിരന്തരം ഇടപെടുകയും അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിശബ്ദതകൾ, ആവശ്യമുള്ള നിശബ്ദതകൾ വേണ്ടാതെ വയ്ക്കുകയും ചെയ്യുക, അതൊരു ചോയ്സാണ്. അങ്ങനെ നമ്മുടെ വളരെ വലിയ എഴുത്തുകാർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമുക്ക്. അതല്ല രാഷ്ട്രീയം എന്ന് എനിക്ക് തോന്നുന്നത്. തന്നെയല്ല ഈ കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എൻ്റെ ഒരു തോന്നലാണ് കേട്ടോ, സത്യസന്ധമായിട്ട് ഞാൻ പറയാണ്. ജനാധിപത്യമാണ് കക്ഷി രാഷ്ട്രീയത്തെ നശിപ്പിക്കുന്നത്. ജനാധിപത്യം കൊണ്ട് ഇത് രണ്ടും തമ്മിലൊരു ഇരട്ട തലയുള്ള ഒരു ജന്തുവിനെ പോലെയാണ്. കാരണം വെച്ചാൽ ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് നമുക്കൊരു 1.5-2 വർഷം വീതം ഇലക്ഷൻ നടക്കുന്നത്. നമ്മുടെ പ്രതിനിധികളെ ചേർക്കാനൊക്കെ പറ്റുന്നത് അതുകൊണ്ടല്ലേ. നമുക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. പക്ഷേ ഈ ഇലക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കറപ്ഷൻ ഉണ്ടാകുന്നത്. ഒരു ഇലക്ഷൻ ജയിക്കണമെങ്കിൽ കാശ് എത്ര വേണം? അത് എത്ര വിശുദ്ധൻ. മഹാത്മാഗാന്ധി വന്ന ഇലക്ഷൻ നിൽക്കുകയാണെങ്കിൽ അങ്ങേർക്ക് വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവരാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം കറപ്റ്റഡ് ആവും. അപ്പോൾ ആളുകളെ സന്തോഷിപ്പിക്കും, കോറി മുതലാളികളെ സന്തോഷിപ്പിക്കും. ഇവിടെ കോറി, പുറത്തൊക്കെ ആണെങ്കിൽ വലിയ ഖനികളൊക്കെ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ജനാധിപത്യം എന്ന് പറയുന്നത് സ്വയം അങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ട് ഒരു വലിയ വേതാളത്തെ ഇങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കറപ്ഷൻ വരും, ആ കറപ്ഷനിൽ നിന്ന് ഇയാൾ ജയിക്കും, വീണ്ടും വേതാളം വരും, വീണ്ടും കറപ്ഷൻ, ഇങ്ങനെയുള്ള ഇതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളറിയാതെ ഇതെന്തോ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വലിയ സംഭവങ്ങളാണെന്ന് തെറ്റി. ഞാനപ്പോൾ ഇത് പറഞ്ഞ ഉടനെ ആൾക്കാർ പറയും അരാഷ്ട്രീയവാദം പറയുന്നു. അരാഷ്ട്രീയവാദമല്ലത്, സത്യമാണത്. അരാഷ്ട്രീയവാദം യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ സൂക്ഷ്മമായിട്ടുള്ള ചില ചലനങ്ങളാണ്. അത് നിങ്ങൾക്ക് ആവിഷ്കരിക്കാൻ കഴിയുമെന്നുള്ളതാണ് സാഹിത്യത്തിൻ്റെ വിഷയം. അല്ലാണ്ട് ഓരോ 5 കൊല്ലം കൂടുമ്പോൾ 2 കൊല്ലം കൂടുന്ന ഇലക്ഷന് വരുന്ന ആളുകളെ പ്രീണിപ്പിക്കാനോ അതിനെ സന്തോഷിപ്പിക്കാനോ അതിന് നിലപാടെടുക്കാൻ ആയിക്കോട്ടെ, പക്ഷെ അത് ശഠിക്കരുത്. അത് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ വിഷയമാണത്. 10-30 വർഷം മുമ്പ് ഞാനതൊരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ ഒരു സാഹിത്യ സമ്മേളനം നടക്കുകയാണ്. അന്ന് ഞാൻ കാണിയാണ്. ഞാൻ സാഹിത്യകാരനല്ല, അല്ലെങ്കിൽ സാഹിത്യം പ്രസിദ്ധീകരിച്ചിട്ടില്ല. നോക്കുമ്പോൾ അന്നത്തെ അവിടുത്തെ പ്രശസ്തരായിട്ടുള്ള സാറ ടീച്ചർ, അതുപോലെ തന്നെ വൈശാഖം മാഷ്, ഹിരണ്യൻ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ മേതിൽ രാധാകൃഷ്ണൻ ആദ്യമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം പ്രസംഗിക്കില്ല, അദ്ദേഹം വേദിയിലില്ല, അവിടെ ഇരിക്കുന്നുണ്ട്. ഇവരെല്ലാവരും സംസാരിച്ച് കഴിഞ്ഞ ശേഷം ഒരു ആക്ടിവിസ്റ്റ്, ഒരു സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകൻ പറഞ്ഞു, മൈക്ക് മേടിച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെ ശരി, നാളെ 5 മണിക്ക് തൃശ്ശൂർ മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ ഘാട്ടാണോ നർമ്മദയാണോ വിഷയം എനിക്ക് അറിഞ്ഞൂടാ, ഈ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെപ്പറ്റി ഒരു പ്രകടനം നടക്കുന്നുണ്ട്, അവിടെ വന്ന് നിങ്ങളുടെ പ്രതിബദ്ധത തെളിയിക്കൂ. അതായത് നിങ്ങളെ എഴുതിയതൊന്നും ഒരു കാര്യമില്ല എന്നർത്ഥം. നിങ്ങൾ യഥാർത്ഥ പ്രതിബദ്ധത ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങളിൽ അവിടെ വന്ന് ഇടപെടുകയും. ഇത് തെറ്റാണോ? ഒരിക്കലുമല്ല. അദ്ദേഹത്തിൻ്റെ വളരെ അർപ്പണ മനോഭാവമായിട്ടാണ് ഞാൻ കണക്കാക്കണേ. പക്ഷേ എഴുത്തുകാരുടെ പണി അതാണോ? അപ്പോൾ തിരിച്ചയാളോട് ചോദിക്കാം, നിങ്ങൾ സന്നദ്ധ പ്രവർത്തകനാണ്, ഈ സന്നദ്ധ പ്രവർത്തകൻ എൻ്റെ ഒരു കഥ വായിച്ചിട്ടുണ്ടോ എന്ന് ഇവരാരെയും ചോദിച്ചാൽ ചിലപ്പോൾ അയാളൊന്നും വായിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ തീരുമാനിക്കുന്നത്, നമ്മൾ ജോലി ചെയ്യുന്ന വിഷയം പ്രാധാന്യമുള്ളതാണ് എന്ന് ആലോചിക്കണം. അതല്ല ഇവരെ ഈ പറഞ്ഞ രാഷ്ട്രീയമാണ്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സാണ് ശരിയെന്ന് ആലോചിച്ച് കിടന്നു കഴിഞ്ഞാൽ അതിനെ നടക്കുള്ളൂ. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ആയുസ് വളരെ കുറവായതുകൊണ്ട് പ്രത്യേകിച്ചും ആണ് വിശേഷം. ഈ 1990കളുടെ അവസാനത്തിൽ മുതൽക്ക് കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് സന്തോഷ്. സന്തോഷിൻ്റെ ഒരു പ്രത്യേകത, സന്തോഷിൻ്റെ കാലത്ത് കഥകൾ എഴുതിയിരുന്ന പലരും ഇപ്പം കഥകൾ എഴുതുന്നില്ല, അല്ലെങ്കിൽ അവർ നോവലോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വേറെ ചില മാധ്യമങ്ങളിലേക്കൊക്കെ കടന്നുപോയി. അപ്പോഴും ഈ നമ്മളിപ്പോൾ റെയ്മണ്ട് കാർവറിനെ കൊണ്ടൊക്കെ പറഞ്ഞ പോലെ വളരെ
സ്ട്രക്ചേർഡ് ആയിട്ട് വളരെ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പോട് കൂടിയിട്ട് കഥകൾ എഴുതുന്ന ഒരു എഴുത്തുകാരനാണ് സന്തോഷ്. ഈ കാലത്തിൻ്റെ ഇടയ്ക്ക് കഥകളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം എന്താണ്? അതിലൊരു ക്വസ്റ്റ്യൻ കൂടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ കഥകളാണോ അതേ മൊത്തത്തിൽ ജനറലായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാട് ഫേസ്ബുക്കിലൊക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി സിനിമകളാവട്ടെ കഥകളാവട്ടെ കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കുക, അല്ലെങ്കിൽ കപടമായിട്ടെങ്കിലും അതിൽ രാഷ്ട്രീയം കുറച്ച് ഒരു 10% രാഷ്ട്രീയം കൂടി മിക്സ് ആവട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു തന്ത്രം ഉണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്താണ് സന്തോഷിന് ഈ പരിണാമത്തിന് എങ്ങനെയാണ് കാണുന്നത്? പ്രചരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള മാർക്കറ്റിംഗ് അതൊന്നും നമ്മളതിൽ അത് സ്വാഭാവികമാണ്. ഇപ്പം എല്ലാ എഴുത്തുകാരും സ്വയം വലിയ ആൾക്കാരാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ചില ആളുകൾക്ക് മുഖ്യധാരയിൽ ഒരു അവസരം കിട്ടുന്നില്ല, അപ്പോൾ അവർ തീർച്ചയായിട്ടും ഫേസ്ബുക്കിൽ വരുന്നു. അങ്ങനെ അതൊക്കെ ഒരു നമ്മുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ തരം ആളുകളെയും നമ്മൾ ഫേസ്ബുക്കിൽ കാണും. അത് അതിൻ്റെ ഒരു പ്രതിബിംബമായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് രീതിയിൽ ഇങ്ങനെ നടക്കും. പക്ഷെ പണ്ടും ഇന്നും നമ്മളൊരു രണ്ട് കാര്യത്തിൽ ഈ ആശയങ്ങൾ മാത്രമല്ല, പണ്ടത്തെ രീതിയിൽ ഇപ്പോൾ ഞാൻ 2001 കഥ 3 അന്ധന്മാർ ആനയിരിക്കുന്നു എന്നുള്ളൊരു കഥ എഴുതി. അത് കഴിഞ്ഞ് ഇന്ത്യ ടുഡേയിൽ, അന്ന് ഇന്ത്യ ടുഡേയിൽ കഥ പറഞ്ഞ് വളരെ പ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ്, വളരെ എളുപ്പമല്ല എന്ന് തോന്നുന്നു അന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 6-7 മാസം കഴിഞ്ഞിട്ട് ഒരാൾ വായിച്ചിട്ട് നമ്മളോട് പറയാം ഈ കഥ ഞാൻ വായിച്ചല്ലോ എന്ന് പറയാം. ഇന്നങ്ങനെയല്ല. ഇന്നിപ്പോൾ ഒരു കഥ വന്ന് രാവിലെ ചിലപ്പോൾ 5 മണിക്ക്, ചിലർ 12 മണിക്ക് വിദേശത്ത് നിന്നൊക്കെ കണ്ടു എന്ന് വരും. കാരണം ഈ മാക്സ്റ്ററിലൊക്കെ ലോഡ് ചെയ്യണോണ്ടേ. അപ്പോൾ ഇതിങ്ങനെ ഒരു ആഘോഷം ഇങ്ങനെ നടക്കും, അതിങ്ങനെ സ്വാഭാവികമായിട്ട് നടക്കും. ഇതിങ്ങനെ എഴുത്തിൽ ഉണ്ട്. പക്ഷേ ഈ അത് വേറൊരു വിഷയം. പക്ഷേ ഇപ്പോൾ ഈ പ്രവീൺ ചോദിച്ചൊരു വിഷയമുണ്ടല്ലോ, വർഷങ്ങളോളം ഈ കഥയിൽ, ഇപ്പോൾ ഞാൻ 10-25 വർഷത്തിലധികമായിട്ട് ഇങ്ങനെ കഥയിൽ നിൽക്കുന്ന ആളാണ്. കഥയിൽ വളരെ പ്രകടമായ മാറ്റം ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം പറയാം. കാരണം ഈ ആധുനികതയുടെ ഒരു വലിയ വെള്ളപ്പാച്ചിൽ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഈ ആധുനികതയിൽ കുറേ വലിയ വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് പലതും ഇല്ലാതായി. കാരണം വളരെ ഫേക്കായിട്ടുള്ള അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ള സംവേദന സ്വഭാവമുള്ള കഥകളൊക്കെ അവസാനം ഇപ്പോൾ ആരും വായിക്കാതായി. അപ്പം അന്ന് വലിയ നല്ല രീതിയിൽ കഥ എഴുതിയിരുന്നവർ ഇപ്പോഴും വായിക്കുന്നുണ്ട്. അതിനുശേഷം കുറേ കൂടി ലളിതവൽക്കരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു. പിന്നെ കുറേ കാലങ്ങൾ കഥ ഇങ്ങനെ ഇപ്പോൾ പ്രാദേശിക കഥ അങ്ങനെ പറയാം, പ്രാദേശിക സ്വഭാവമുള്ള കഥയിലേക്ക് പോയി. ഇപ്പോൾ ആളുകൾ കളിയാക്കും ബോത്തിറച്ചി, ചാരായം ഇതൊക്കെ ചേർത്തിട്ടുള്ള കഥകൾ, അത് നല്ല കഥകൾ വന്നു. അപ്പോൾ അതിനെ അനുകരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോൾ പിന്നീട് 90കളിൽ തീർച്ചയായിട്ടും ഇപ്പോൾ NS മാധവൻ്റെ ഒരു തിരിച്ചു വരവുണ്ടായി. ഇതിനെ വെച്ചിട്ട് ഞങ്ങളൊക്കെ അതിൻ്റെ ഒരു ഭൂമിയിലിങ്ങനെ പോയ എഴുത്തുകാരാണ്. അപ്പോൾ അങ്ങനെ വന്നു. വളരെ പ്രകടമായ മാറ്റം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ പ്രാദേശികത മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രാദേശികം കുറേ കഴിയുമ്പോൾ ഒരു വിഷയം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മടുക്കും അത്. അപ്പോൾ ചിലപ്പോൾ അത് പുതിയൊരു മേഖലയിലേക്ക് പോകേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് വലിയ. പക്ഷേ നമുക്കൊരു വിപ്ലവകരമായിട്ട് മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ലോകത്തിലിറങ്ങുന്ന കഥകൾ അല്ലെങ്കിൽ പുറത്ത് നമ്മുടെ ഇപ്പോൾ വിദേശത്തൊക്കെ ഇറങ്ങുന്ന കഥകളോ നോവലുകൾക്കൊക്കെ ഒരു സ്വഭാവം, അതിൻ്റെ ഒരു നറേഷനിലുള്ള ഒരു സ്വാഭാവികതയും സാരള്യവും ലാളിത്യമൊക്കെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വളരെ വലിച്ചു കെട്ടിയ ഉണ്ടാവില്ല എന്നല്ല. പക്ഷെ കഥകളിലൊക്കെ അങ്ങനെ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വളരെ പ്ലെയിൻ ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കാനും നേർക്കുനേർ സംസാരിക്കാനൊക്കെയുള്ള ശ്രമം. പ്രത്യേകിച്ച് ഈ അമേരിക്കയിലും കഥയ്ക്ക് കൂടുതൽ സാഹചര്യങ്ങളുള്ളത്. കേരളത്തിലെ പോലെ തന്നെയാണ് അമേരിക്കയിലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവിടുത്തെ കഥകൾ നമ്മളിപ്പോൾ നിങ്ങൾ ന്യൂയോർക്കറൊക്കെ സ്ഥിരം ഓരോ കഥ പബ്ലിഷ് ചെയ്യും. അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ആ ഒരു അടിസ്ഥാന വ്യത്യാസം നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ചും വിദേശങ്ങളിൽ ഇപ്പോൾ കഥകൾ പറഞ്ഞാൽ പലതും ഈ കുടിയേറ്റക്കാരുടെ കഥകളാണ്. ചൈനയിൽ നിന്നും അതുപോലെ ആഫ്രിക്കയിൽ നിന്നൊക്കെ കുടിയേറി അമേരിക്കയിൽ താമസിച്ചിട്ടുള്ള ഒരുപാട് സ്ത്രീ എഴുത്തുകാർ, ഇവരുടെയൊക്കെ കഥകളിൽ അവരുടെ പ്ലെയിൻ ജീവിതം വളരെ ഭംഗിയായിട്ട്, ഒരുപക്ഷെ ഈ റൈറ്റിംഗ് സ്കൂളുകളുടെ പ്രൊഡക്റ്റുകളാണ് അവർ. അപ്പോൾ അതിൻ്റെ ഒരു ഏകദാനത ഉണ്ടാവാം, ഇല്ല എന്നല്ല പറയണേ. പക്ഷെ പൊതുവെ അത്തരം കഥകൾ അവർ വളച്ചുകെട്ടില്ലാതെ പറയാൻ ശ്രമിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു വലിയ പ്രസ്ഥാനങ്ങളുടെ കാലം ഒരുപക്ഷെ അവസാനിച്ചു. ഇപ്പോൾ മാജിക്കൽ റിയലിസം പോലെയോ അല്ലെങ്കിൽ ആധുനികതയുടെ ഇങ്ങനെയുള്ള അബ്സ്ട്രാക്ഷൻ ഉള്ള എഴുത്ത് പോലെയൊക്കെ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ വ്യത്യാസം മലയാളത്തിലും പ്രതിഫലിച്ചിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞു വരുന്നത് അപ്പോൾ പുതിയ കഥാകൃത്തുക്കളിൽ പിന്നെ ഉള്ള പ്രതീക്ഷ എന്താണ്, അല്ലെങ്കിൽ പുതിയ കഥകൾ ഇപ്പം മലയാളത്തിലെ സന്തോഷിൻ്റെ തലമുറയിനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിന് ശേഷം വരുന്ന തലമുറകളിലെ പ്രതീക്ഷ എങ്ങനെയാണ് മലയാള കഥയുടെ ഭാവി എന്തായിരിക്കും എന്നാണ് സന്തോഷ് കാണുന്നത്? നല്ല കഥകൾ പലതും വരുന്നുണ്ട്. ഞാൻ നോക്കുന്ന പല കഥ എഴുത്തുകാരുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഷനോജ് ചന്ദ്രനെ വായിച്ചിട്ടുണ്ട്, ഇപ്പോൾ ശ്യാം കൃഷ്ണൻ, ഇപ്പോൾ ആർദ്ര എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ഒരു ചെറുപ്പക്കാരുടെ ഒരു വലിയ തലമുറ വന്നിട്ടുണ്ട്. ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലവർ നിൽക്കണം. ഒരു കഥയോ 2 കഥയോ നിൽക്കുന്നതല്ല. നല്ല മികച്ച കഥകൾ 2ഒക്കെ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ അതിൽ കൂടാതെ ഈ ഒരു നൈരന്തര്യം ഉണ്ടായേ പറ്റൂ. ഇത് ഒരുപാട് കാലം അതിന് പ്രധാനമായിട്ട് വേണ്ടത് ഈ കഥ എന്നുള്ള പ്രധാനമെന്ന് അവർക്ക് തന്നെ തോന്നണം. ഇപ്പോൾ കഥ 2 എഴുതി, അപ്പോൾ അടുത്ത തിരക്കഥയിലേക്ക് പോകാനുള്ള സാഹചര്യം വന്ന് തിരക്കഥ കുറേ കൂടി പൈസ കിട്ടുന്ന ഒരു സ്ഥലം, കൂടുതൽ
ഒരു പ്രശസ്തി കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിലേക്ക് പോകണോ എന്നുള്ളത്, പോകുന്നത് തെറ്റായെന്നല്ല പറഞ്ഞത്, പക്ഷേ ഇതിൽ വ്യക്തമായിട്ടും തൻ്റെ നിരന്തരം അതിൻ്റെ സാധന എന്നുള്ള വലിയ വിഷയമാണ്. സിദ്ധി മാത്രമല്ല, സിദ്ധി ടാലൻ്റ് എന്ന് പറയുന്ന സംഭവം അത് ഒരു ഏറെക്കുറെ എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഈ രംഗത്ത് കടന്നു വരുന്ന ആളുകൾക്ക് അതില്ലാണ്ട് എഴുതാനും പറ്റില്ല. അവർ നിരന്തരം സ്വയം പുതുക്കുകയും പുതിയ വായനയിലേക്ക് പോവുകയും അതുപോലെ തന്നെ പുതിയ ജീവിതമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്ന നിരന്തര സാധനം. അപ്പോൾ നമ്മളൊരു മ്യൂസീഷ്യനോട് അത് പറയാറില്ല. ഒരു ഗായകൻ നിരന്തരം പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. ഒരു വേറെ രീതി ഡ്രം ചെയ്യുന്ന ആളാണെങ്കിൽ അത് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ എഴുത്തുകാരൻ അങ്ങനെയല്ല. കുറച്ച് കഴിയുമ്പോൾ അയാളത് വിടുകയും, കേരളത്തിൽ പിന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശസ്തി കിട്ടിയ പിന്നെ അതിനെ മുകളിൽ കൊണ്ട് നിർത്തിയാൽ മതി. എഴുത്തിൽ അധ്വാനിക്കണമെന്നില്ല. ആ ഒരു പത്രത്തിലോ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പ്രശസ്തി കിട്ടാനായിട്ട് വേറെ ചില എളുപ്പവഴികളുണ്ട്. ആ എളുപ്പവഴികളല്ല നോക്കേണ്ടത്. നിങ്ങളെത്ര ഹൗ സീരിയസ് യു ആർ എന്നുള്ളതാണ് വിഷയം. അത് വളരെ ശ്രദ്ധിക്കുകയും അതിൻ്റെ ആ ഒരു അർപ്പണ മനോഭാവം പുലർത്തുകയും ചെയ്യുകയാണെങ്കിൽ ഇവർ വലിയ എഴുത്തുകാരായിട്ട് മാറും. പ്രത്യേകിച്ച് ഇപ്പോൾ കഥയിലൊക്കെ വളരെ നല്ല പ്രതീക്ഷ തരുന്ന നാമ്പുകൾ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. എന്നുവെച്ചാൽ എന്നും വരുന്നു എന്നല്ല, ഒരുപക്ഷെ ഒരു കൊല്ലത്തിൽ 5-6 കഥകളായിരിക്കും അങ്ങനെ വരുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ വരുന്നുണ്ട്. കേരളത്തിൽ അതിനൊരു സാഹചര്യം വരുന്നുണ്ട്. ഒരിക്കലും ഈ പച്ച കുത്തുന്നവൾ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ കഥ വന്നല്ലോ. അപ്പോൾ ആ കഥേനെ പറ്റി ഒരു സ്വകാര്യ സംഭാഷണത്തിൽ സന്തോഷ് പറയുന്നുണ്ടായി, ഞാനൊരു 68 പ്രാവശ്യം, ഒരു 60-70 പ്രാവശ്യമെങ്കിലും അത് മാറ്റി എഴുതിയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി. അപ്പോൾ കഥകൾ ഇങ്ങനെ നിരന്തരം മാറ്റി എഴുതുകയും, എന്നാൽ നോവൽ എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് കുറച്ചും കൂടി വിശാലമായ എഴുത്താണ്. അപ്പോൾ ഈ നോവൽ എഴുത്തും കഥയെഴുത്തും തമ്മിലുള്ള ഒരു രണ്ടും ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന എഴുത്തുകാരെന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ഈ രണ്ട് എഴുത്തിനെയും കാണുന്നത്? ഞാൻ ഈ ഉത്തരം എൻ്റെ ഉത്തരമായിട്ടല്ല, വേറൊരു ഉത്തരമായിട്ട് പറയാം. അതായത് ഈ കാർലോസ് ഫ്യൂന്തസ് എന്ന് പറയുന്ന മെക്സിക്കൻ എഴുത്തുകാരൻ, അദ്ദേഹം ഒരു ലാറ്റിൻ അമേരിക്കൻ കഥകളുടെ ഒരു കളക്ഷൻ ഇറക്കി. അപ്പോൾ അയാൾ ആദ്യത്തിൽ പറഞ്ഞു, ഒരു കഥ എന്ന് പറയുന്നത് കപ്പൽ പോലെ, ഒരു കപ്പലിലെ തൊഴിലാളികളുടെ പോലെയാണ്. അതായത് ഒരു ഒളിമ്പിക് ടീം വേണം നോവൽ എഴുതാൻ, കഥ എഴുതാൻ അത്രയും വേണ്ട. ഞാൻ നേരെ തിരിച്ച്, ഒരു ഒളിമ്പിക് ടീം വേണം ഒരു നോവൽ എഴുതാൻ. ഒരുപാട് ആളുകൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ആർക്കിടെക്റ്റ്, ഒരു ശില്പി, ഒരു സ്ഥല കച്ചവടക്കാരൻ, ഒരു പാചകക്കാരൻ, ഫുട്ബോൾ കളിക്കാരൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ആളിൽ ഒരുമിച്ച് സമ്മേളിക്കുമ്പോഴാണ് ഒരു നോവൽ ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കഥ അങ്ങനെയല്ല. കഥയിലൊരു എമർജൻസി ഉണ്ട്. അതായത് അത്യാസന്നത. ഈ പെട്ടെന്ന് എഴുതുക, ഈ സംഭവം എഴുതി ഇങ്ങനെ. ഒരു ഷെഹർസാദയുടെ മക്കളാണ് കഥാകൃത്തുക്കൾ എന്ന് പറയും. ഷെഹർസാദ വെച്ചാൽ അറേബ്യൻ കഥകളിൽ കഥ പറയുന്ന പെൺകുട്ടിയാണ്. അവൾ കഥ പറഞ്ഞ് നേരം വെളുപ്പിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അവളുടെ തല പോവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അത്യാസന്നമായ എഴുത്താണ് സാഹിത്യത്തിൽ ഈ കഥയുടെ രൂപം. കഥയുടെ രൂപത്തിൽ ഒരുപക്ഷെ ഏറ്റവും ശില്പം മിടുക്കും ആവശ്യപ്പെടുന്നതാണ്. അതിലൊരു വരിയോ വാക്കോ മാറിയാൽ ആ കഥയുടെ ഭംഗി പോവും, അത് മുഴച്ചു നിൽക്കും. അതേ നോവലിൽ നമുക്ക് ശ്വാസം എടുക്കേണ്ടി വരും. നോവലിൽ നമ്മൾ വളരെ ദീർഘദൂര യാത്ര ചെയ്യുന്ന ഒരു ട്രെയിനിൽ സങ്കല്പിക്കുകയാണെങ്കിൽ കുറേ ദൂരം ഇങ്ങനെ വിജനതകളിലേക്ക് ചിലപ്പോൾ പോകേണ്ടി വരും. കുറ്റിച്ചിക്കടികളും അതുപോലെ തന്നെ മരുഭൂമികളോ മണലാരണ്യങ്ങളൊക്കെ ഇങ്ങനെ വളരെ വിജനമായിട്ടുള്ള ഒട്ടും ഇഷ്ടപ്പെടാത്ത ഭാഗങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ദൂരെ എത്തിക്കഴിയുമ്പോൾ ഒരു ചെറിയ പച്ചപ്പ് പ്രത്യക്ഷപ്പെടും, ഒരു ഗ്രാമം വരാം, ചില വീടുകളുടെ ഒരു കൂട്ടം വരാം. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ നോവൽ എഴുതുന്നത്. ആ നോവലിൻ്റെ പ്രത്യേകത ഈ ഇത്തരം പച്ചപ്പുകളിലേക്കുള്ള ഒരു യാത്ര കൂടിയ നോവൽ. പക്ഷെ ഇതിനുള്ള സാധ്യത കഥയിലില്ല. കഥ മൊത്തത്തിലുള്ള ഒരു ചെറിയൊരു അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ കഥകളാണ് ഇപ്പോൾ അധികവും സിനിമകൾ പോലെ വരുന്നത്. ഈ ലോക സിനിമയിൽ ഒരൊറ്റ വിഷ്വൽ വെച്ചിട്ടൊക്കെ ഒരു സിനിമ വരിക. ഒരു ചെറിയൊരു വിഷയം വെച്ച് പല ചെറുകഥകളാണ് സിനിമയായിട്ട് വരുന്നത്. ചില വലിയ സിനിമകൾ. ഇപ്പോൾ മുരഗാമിയുടെ ഒരു ചെറുകഥ വെച്ചുകൊണ്ടാണ് ഡ്രൈവ് മൈ കാർ എന്നുള്ള ചെറുകഥ വെച്ചാൽ 3.5 മണിക്കൂറിൽ സിനിമ ഉണ്ടാക്കി. അത് കഴിഞ്ഞ കൊല്ലമാണ്, അതിന് മുമ്പിലത്തെ വല്ല ഓസ്കാറിൽ വലിയ സമ്മാനം കിട്ടിയ കഥയാണ്. ഇവിടെ ഈ ഫെസ്റ്റിവലിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. 2 ചെക്കോവിൻ്റെ ഒരു കഥയും വെച്ചിട്ട് നാടകവും വെച്ചിട്ടാണ്, ബാനിയ എന്നുള്ള ഇതും വെച്ചിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇതിനോട് അടുപ്പുണ്ട്. അപ്പോൾ ചെറുകഥ എന്ന് പറയുന്നത് അതിൻ്റെ ശില്പ വ്യത്യാസം. ഇത് രണ്ടും കഠിനമായിട്ടുള്ള പരിപാടിയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എഴുതാൻ ശ്രമിക്കുന്നവർ അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ദിവസം 1000 വാക്ക് എഴുതി 30 ദിവസം 30,000 വാക്ക് ഒരു നോവൽ, അങ്ങനെയുള്ള അത്ര ഈസി അല്ല അത്. അതിൻ്റെ പണിയുണ്ട്. അതിൽ എഡിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ടച്ചാണെന്ന് വേണമെങ്കിൽ പറയാം.